أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് അൽ കഹഫിലെ 5-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒരുപാട് വിസ്ഡം, ഒരുപാട് ഗ്രാമർ ഞാൻ കുറക്കാം പരമാവധി, പക്ഷെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എന്നാൽ ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകാവുന്ന ഗ്രാമർ ഉണ്ട്. അതോടൊപ്പം അള്ളാഹു വളരെ ഇമോഷണൽ ആയിട്ട്, കുറച്ച് ദേഷ്യത്തോടു കൂടി, അതേസമയം അത്ഭുതത്തോടു കൂടി, ദേഷ്യവും അത്ഭുതവും കലർന്ന സ്വരത്തിൽ അള്ളാഹു സംസാരിക്കുന്ന ഒരു ഭാഗമാണിത്. ഖബരി, ഇൻഷായി എന്നൊക്കെ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലേ. ഖബരി 2 തരം ജുംലകൾ ഉണ്ടാവും അറബിയിൽ. ഞാൻ അതിനകത്തേക്ക് വരാം. അപ്പൊ അതിൽ ഇൻഷായി ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ജുംലയാണ് ഇത്. ഖബരി, ഇൻഷായി ഒക്കെ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ്ങിലേക്ക് പോകാം. മാലഹും ബിഹി മിൻ ഇൽമിൻ. മാലഹും അവർക്കില്ല തന്നെ. They don't, absolutely they don't have എന്നർത്ഥം. മാലഹും ബിഹി, they don't have മിൻ ഇൽമിൻ, no knowledge at all. അവർക്ക് യാതൊരു വിവരവും ഇല്ല തന്നെ. വലാലി ആബാഇഹിം, അവരുടെ പിതാക്കന്മാർക്ക്, അവരുടെ ആൻസസ്റ്റേഴ്സ്, അവരുടെ മുൻഗാമികൾക്കും അവരുടെ പൂർവ്വ പിതാക്കന്മാർക്കും അബ്സല്യൂട്ട്ലി വാട്ട്സോഎവർ നോ നോളജ്. അത്രക്ക് ഇമോഷണൽ ആണ് അള്ളാഹു പറയുന്നത് കേട്ടോ. ഒരുതരം ദേഷ്യത്തോടു കൂടി അള്ളാഹ് പറയുന്നു. അവർക്കോ അവരുടെ പിതാക്കന്മാർക്കോ യാതൊരു തരത്തിലുള്ള വിവരവുമില്ല, നോളജ് ഇല്ല, അറിവില്ല. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ്, നോളജ്. ആബാ എന്തിന്റെ ജമ്മ? ആബാ എന്തിന്റെ ജമ്മാണ്? അബ് എന്നുള്ളത്. അബ് എന്ന് പറഞ്ഞാൽ വാപ്പ, പിതാവ്. ആബ എന്ന് പറഞ്ഞാൽ പിതാക്കന്മാര്, ആൻസസ്റ്റേഴ്സ്, മുൻഗാമികൾ. കബുറത്ത് കലിമതൻ, കബുറത്ത് കലിമതൻ, എത്ര ഭയങ്കരമായ വാക്കാണ് അവർ പറഞ്ഞതെന്നോ. നമ്മളൊരു എക്സ്ക്ലമേഷൻ ഇടൂലേ, എക്സ്ക്ലമേറ്ററി, ഇവിടെ ഈ ഖുറാനിലെ എക്സ്ക്ലമേഷൻ ഒന്നും ഇടൂല, പക്ഷെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. കബുറത്ത് ശരിക്കും പറയേണ്ട കബീറത്ത് എന്നാണ്, പക്ഷെ എന്തുകൊണ്ട് കബുറ ആയി? വി വിൽ ഡിസ്കസ് കേട്ടാ. കബുറത്ത് ഭയങ്കരമായതായിരിക്കുന്നു. കലിമതൻ, അവർ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് ഭയങ്കരമായിരിക്കുന്നു. തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്നത് പുറത്തു വന്നു എന്നത് തന്നെ ഭയങ്കരമായിട്ടുള്ള അത്ഭുതമാണ്. ഭയങ്കരമായ ഒരു അത്ഭുതമായ സംഗതിയാണ് അവരുടെ വായിൽ നിന്ന് ഈ വാചകം പുറത്തു വന്നു എന്നത് തന്നെ. ഏത് വാചകത്തെ കുറിച്ചായി പറയുന്നത്? ഏത് വാചകത്തെ കുറിച്ചാണ് ഇപ്പൊ ഈ പറയുന്നത്? അവർക്ക് നോളജ് ഇല്ല, വിവരമില്ല എന്ന് പറഞ്ഞത് ഏത് വാചകത്തെ കുറിച്ചാണ്? അതാണ്. വയുന്ദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ. ഇതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞല്ലോ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് താക്കീത് ചെയ്യാനാണ് ഈ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് തുടക്കത്തിൽ പറഞ്ഞു അല്ലെ, 4-ാമത്തെ ആയത്തിൽ പറഞ്ഞു. അതിന്റെ ഒരു തുടർച്ചയായിട്ട് ഇമോഷണൽ ആയിട്ട് അള്ളാഹു സംസാരിക്കണം. ഒന്ന് പറഞ്ഞത് മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് യാതൊരു നോളജും ഇല്ല. അവർക്കെന്നല്ല, അവരുടെ വാപ്പമാർക്കും ഇല്ല, പിതാക്കന്മാർക്കും ഇല്ല. കബുറത്ത് കലിമതൻ, എത്ര ഭയങ്കരമായ വാക്കാണ് അവർ പറഞ്ഞത്. തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്ന് അത് പുറത്തേക്ക് വന്നോ? വായ കൊണ്ട് അവർക്ക് അതെങ്ങനെ പറയാൻ സാധിച്ചു? അതാണ് ആ ചോദ്യം. ഈ യഖൂലൂന, അവർ പറയുന്നില്ല, അവർ പറയുന്നതല്ല.
ഇല്ലാ കദിബ, നുണയല്ലാതെ മറ്റൊന്നും അവർ പറയുന്നില്ല. ഇൻ അവിടെ മാ അല്ലെങ്കിൽ ലാ എന്നുള്ളതിന്റെ സ്ഥാനത്താണ് നെഗേറ്റ് ചെയ്യുന്നത്. നഫീന്റെ ഇൻ ആണ്. ഓക്കെ, അതൊക്കെ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഒരു വളരെ ഇമോഷണൽ ആയിട്ട് അള്ളാഹു സംസാരിക്കാണ്. ഈ ഒരൊറ്റ വിഷയത്തിൽ അവരെ എത്ര 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അള്ളാഹു ആ വാചകത്തിൽ അത്ഭുതം പ്രകടിപ്പിക്കുന്നത്. ഒന്ന്, അവർക്ക് നോളജ് ഇല്ല. 2, അവർക്കില്ല എന്ന് മാത്രമല്ല അവരുടെ പിതാക്കന്മാർക്കും ഇല്ല. മൂന്നാമത്തെ, അവർ പറഞ്ഞ വാക്ക് എത്ര ഭീകരമാണ്. നാലാമത്തെ, അവരുടെ വായിന്നത് വന്നോ, അത് വന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. അവർ നുണയല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. മനസ്സിലായോ? ആ സെന്റൻസിന്റെ അതൊരു കടിച്ചാ പൊട്ടാത്ത സെന്റൻസ് ആണ്, എടുത്താ പൊങ്ങാത്ത സെന്റൻസ് ആണ് അത്. നമ്മളിങ്ങനെ മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം നല്ല തജ്വീദ് അനുസരിച്ച് നമ്മളിങ്ങനെ ഓതുമ്പോ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവില്ല. പക്ഷെ അള്ളാഹു എടുത്താ പൊങ്ങാത്തൊരു സെന്റൻസ് പറയണ് എന്ന ഓർമ്മ നമുക്ക് വേണം. ഓക്കെ, ഇനി നമ്മൾ അതിനെ ഡൈസെക്ട് ചെയ്യാം. ആ സെന്റൻസിനെ ഡൈസെക്ട്. അതിനു മുമ്പ് ഇതുവരെ സൂറത്തുൽ കഹ്ഫിലെ 1 മുതൽ 4 വരെ ആയത്തുകൾ ശരിക്കും ഒറ്റ സെന്റൻസ് ആണ്, ഗ്രാമറ്റിക്കൽ ഒറ്റ സെന്റൻസ് ആണ്. നോക്കൂ, അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഖയ്യിമൻ എന്നുള്ളത് ഗ്രാമറ്റിക്കലി കണക്റ്റഡ് ടു കിതാബ് അല്ലെ? നമ്മൾ പറഞ്ഞു ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന മാകിസീന ഫീഹി അബദ. മാകിസീന ഫീഹി, അതിൽ എന്ന് പറഞ്ഞാൽ ആ ഫീഹി എങ്ങോട്ടാ മടങ്ങണ? അജ്റൻ ഹസനയിലേക്ക് മടങ്ങുന്നു. പറഞ്ഞതാണ്, നമ്മൾ വിശദീകരിച്ചാണ്. വയുന്ദിറ, വാവുൽ അത്ഫാണ്. വയുന്ദിറ, താക്കീത് ചെയ്യാനും വേണ്ടി അല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് താക്കീത് ചെയ്യാനും വിശ്വസിച്ച തൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന വിശ്വാസികൾക്ക് സന്തോഷ വർത്തമാനം അറിയിക്കാനും അവർക്ക് നല്ല പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തിൽ അവർ ശാശ്വതമായിട്ട് കൂടുതൽ പുതിയത് പ്രതീക്ഷിച്ച് കഴിയുന്നവരായിരിക്കും. അതിനു മുമ്പ് ലിയുന്ദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു, അവന്റെ പക്കൽ നിന്നുള്ള അതികഠിനമായ യുദ്ധത്തെ കുറിച്ച് അവൻ താക്കീത് ചെയ്യുന്നു. അൽഹംദുലില്ലാ, അതൊക്കെ അവസാനം മടങ്ങിപ്പോണത് ഈ ഗ്രന്ഥം അവന്റെ ദാസന് അബ്ദിന് അവതരിപ്പിച്ച ആ നാഥന് സ്തുതി. എന്തിനാ അവതരിപ്പിച്ചത്? നേരത്തെ പറഞ്ഞ 2 ഇൻദാർ, 1 തബ്ശീർ, 2 വാണിങ്, 1 അഭിനന്ദനം. 4 വാചകങ്ങളും ഗ്രാമറ്റിക്കലി കണക്റ്റഡ് ആണ്. നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ഗ്രാമറ്റിക്കലി എങ്ങനെ അത് കണക്ട് ചെയ്ത്. ഗ്രാമറ്റിക്കലി മാത്രമല്ല മീനിങ്ങിലും. അതെല്ലാം കൂടി ആ സെന്റൻസുകളൊക്കെ ഖബരിയാണ്. ഖബരി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ഫാക്ട് പറയണം അള്ളാഹു. മനസ്സിലായോ? പക്ഷെ ഇവിടെ അള്ളാഹു ഇൻഷാഇ ആയിട്ടുള്ള ഒരു ജുംലയാണ് പ്രയോഗിക്കുന്നത്. ഇൻഷാഇ എന്ന് പറഞ്ഞാല് ഒന്നുകൂടെ പറയാം, എന്താ ഇൻഷാഇ എന്ന് പറഞ്ഞാൽ? ഇമോഷണൽ. മറ്റത് ഖബരി, ഫാക്ച്വൽ. അങ്ങനെ ഉണ്ടല്ലോ, ഫാക്ച്വൽ സെന്റൻസ് ഉണ്ട്. നമ്മളിപ്പോ പറയാണ് എനിക്ക് ഇന്ന് ഓഫീസിൽ പണിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മിക്കവാറും ആളുകളുടെ അവസ്ഥ ഉണ്ട്. എനിക്ക് ഇന്ന് ഓഫീസിൽ പണിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്, ഫാക്ച്വൽ ആണ്. പക്ഷേ അവിടത്തെ ഒരു സംഗതി കണ്ടിട്ട് ഞാൻ ആകെ പൊട്ടിത്തെറിച്ചു എന്ന് പറയുമ്പോഴോ അത് ഇമോഷണൽ ആണ്. ശരിക്കും അതാണ് ഇവിടെ. അതായത് ഇതുവരെ അള്ളാഹു എന്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത്, അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോന്നിട്ട് ഇവിടെ ഇൻഷാഇ ആയിട്ട്, ഇമോഷണൽ ആയിട്ട് അള്ളാഹു പ്രതികരിക്കുന്നു. ഓക്കെ, ചിലര് പറയുന്നുണ്ട് ഈ ആയത്തും, പ്രത്യേകിച്ച് ബഹറുൽ മുഹയ്യത്തില് ഈ അബൂ ഹയ്യാൻ അദ്ദേഹം ആ മുഫസ്സിർ പറയുന്നുണ്ട്, ഈ വാചകവും ഈ 5ാമത്തെ വാചകവും നേരത്തെ പറഞ്ഞ ആ 4 വാചകങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. എങ്ങനെയാണ് കണക്റ്റഡ് ആണെന്ന് പറയുന്ന? മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്കൊരു വിവരവുമില്ല, അവർക്കൊരു നോളജും ഇല്ല എന്ന് പറയുന്നതിനെ അവർ ഒരു ഹാലായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ഹാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നേരത്തെ നമ്മൾ 2-3 പ്രാവശ്യം ഹാല് പറഞ്ഞു. ആ ഹാൽ എന്താന്ന് പിടികിട്ടിയ? ആ പിടികിട്ടുന്ന ഹാലിലേക്ക് നിങ്ങൾ എത്തിയോ? എന്താണ് ഹാൽ എന്ന് പറഞ്ഞാൽ? സിറ്റുവേഷൻ, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ അവരായിരിക്കുക. ഇപ്പൊ അതായത് ഇപ്പൊ കയ്യമൻ ഒരു ഹാലാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഖുർആൻ അവതരിപ്പിച്ച ഒരു സ്റ്റേറ്റ്. എന്താണ് ആ സ്റ്റേറ്റ്? കയ്യമൻ. ആ ഖുർആൻ നമ്മളെയൊക്കെ നേരെ നിർത്തുന്നതാണ്. ഒരു വെള്ളപ്പൊക്കം, ഒരു പ്രളയം, ഒരു ഭൂകമ്പം, മഹാവിപത്ത് വരുമ്പോൾ നമ്മളെ നേരെ നിർത്തുന്ന, നമ്മളെ ആ ഹാലിനെ വിശദീകരിക്കാണ്.
മാഖിസീന ഫീഹി അബദ, അതൊരു ഹാലാണ് നമ്മൾ പറഞ്ഞു. എന്താണ്? ആ സ്വർഗത്തിൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൽ അവർ എന്നെന്നും ശാശ്വതമായിട്ട് പുതിയത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന അവസ്ഥ. അതിനാണ് എന്ത് പറയാ? ഹാല്. കൈഫ് ഹാലക്ക എന്ന് വെച്ചാൽ എന്താ നിന്റെ അവസ്ഥ, അതാണല്ലോ ഹാല്. അപ്പൊ ഇവർ പറയുന്നത്, ഈ ഇബ്നു അബു ഹയ്യാൻ അദ്ദേഹം ഈ 5ാമത്തെ സെന്റൻസിനെ നേരത്തെ ഉള്ള 4 സെന്റൻസുകളുമായിട്ട് ചേർത്തിട്ട് ഗ്രാമറ്റിക്കലി ദിസ് ഈസ് ആൾസോ കണക്റ്റഡ് ടു ദോസ് 4 സെന്റൻസസ് എന്ന് പറയുന്ന ന്യായം ഈ മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് വിവരമില്ല എന്നത് ഒരു ഹാലായിട്ട് ചേർത്ത് പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഹാലാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് അവർ വിവരമില്ലാതെയാണ് ഖാലുസ്തഖദല്ലാഹു വലദ, ബിക്കോസ് ദേ ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇഗ്നോറൻസ്. ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇഗ്നോറൻസിലാണ് അവരെന്ത് പറഞ്ഞത്? ഇസ്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു, ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്കൊരു വിവരവുമില്ലാത്ത അവസ്ഥയിലാണ്. they were being ignorant. പക്ഷെ അതൊരു വീക്ക് ആർഗ്യുമെന്റ് ആണ് സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ അതൊരു വീക്ക് ആർഗ്യുമെന്റ് ആണ്. വൈ? ഒന്നാമത്തത് ഒരു വാവ്, ശരിക്കും ഒരു വാവുൽ ഹാല് വേണം അല്ലെ? ഒരു സെന്റൻസ് ഹാലായിട്ട് വരുമ്പോൾ വാവ് ഹാന്, അല്ലെങ്കിൽ ഒരു സിംഗിൾ വേർഡ്, ഒരു കെലിമത്ത് ഹാലായിട്ട് വരികയാണെങ്കിൽ എങ്ങനെ പറയാ? കയ്യിമൻ അല്ലെ? ഇപ്പോ ഷറബ്തുൽ മാ ജാലിസൻ, ഞാൻ വെള്ളം കുടിച്ചു. ഷരിബ്തുൽ മാ, ഞാൻ വെള്ളം കുടിച്ചു. ജാലിസൻ, എന്റെ ഹാലെന്താ? ഇരുന്നിട്ട്. അപ്പൊ സിംഗിൾ വേർഡ് ആണ് ഹാലായിട്ട് വരുന്നെങ്കിൽ അതിന് എന്ത് ചെയ്യണം? തൻവീൻ, നസ്ബ് തൻവീൻ കൊടുക്കണം. ഒരു സെന്റൻസ് ആണ് ഹാലായിട്ട് വരണമെങ്കിൽ മാഖിസീന ഫീഹി അബദ പോലെ, അവിടെ മാഖിസീനക്ക് കണ്ടോ തൻവീന് പകരം എന്താക്കിയത്? യാ കൊടുത്തു, നസ്ബ് ചെയ്ത് യാ കൊണ്ടാണ് മാഖിസീന. ഒന്നുകിൽ അങ്ങനെ വരണം, അല്ലെങ്കിൽ ഒരു വാവുൽ ഹാല് വരണം. വാവുൽ ഹാൽ എന്ന് പറഞ്ഞാൽ ഈ ഹാലിനെ കുറിക്കുന്ന ഒരു സെന്റൻസ് ഹാലായിട്ട് വരുമ്പോ ഒരു സ്റ്റേറ്റ് പറയാൻ വേണ്ടിയിട്ട്, അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ സ്റ്റേറ്റ് പറയാൻ വേണ്ടി ഹാലായിട്ട് ഒരു സെന്റൻസ് ഉപയോഗിക്കുമ്പോൾ അതിന് മുമ്പിൽ ഒരു വാവ് വരണം. പക്ഷെ ഇത് രണ്ടും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ അബൂ ഹയ്യാന്റെ ആ വാചകം ഒരു വീക്ക് പോയിന്റ് ആണ്. ഗ്രാമാറ്റിക്കലി ഇറ്റ്സ് നോട്ട് കണക്റ്റഡ്. ദിസ് ഈസ് എ സെപ്പറേറ്റ് സെന്റൻസ്. അതിനാണ് പ്രാമുഖ്യം. ഇബ്നു ആഷൂർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്, താഹിർ ബിൻ ആഷൂർ അദ്ദേഹം പറഞ്ഞത് ഇറ്റ്സ് നോട്ട് കണക്റ്റഡ് ഗ്രാമാറ്റിക്കലി ടു വാട്ട് കെയിം ബിഫോർ ഇറ്റ്. ഇതിനു മുമ്പ് പറഞ്ഞ സെന്റൻസുകളോട്, ജുംലകളോട് ഈ ജുംലയ്ക്ക് ഗ്രാമാറ്റിക്കലി ഒരു ബന്ധമില്ല, മറിച്ച് ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് അള്ളാഹു ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് എന്നാണ് പറഞ്ഞത്. അതായത് അള്ളാഹു അവന്റെ ദേഷ്യം, കാരണം അള്ളാഹ്ക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു സംഗതിയാണ്. മറ്റെല്ലാ ഷിർക്കിനേക്കാളും കടുത്ത ഷിർക്കാണ് എന്ത്? അള്ളാഹ്ക്ക് സന്താനം ഉണ്ടെന്ന് പറയാം അല്ലെ? അതുകൊണ്ട് ആ ആങ്കർ, ആ ദേഷ്യം അള്ളാഹു പ്രകടിപ്പിക്കുകയാണ് കേട്ടാ. അപ്പൊ അതൊരു നേരത്തെ പറഞ്ഞ ആ ഗ്രാമറ്റിക്കലി തുടർന്ന് വന്ന സെന്റൻസുകളെ ബ്രേക്ക് അവേ ചെയ്തിട്ട് പെട്ടെന്ന് അള്ളാഹു വേറൊരു സെന്റൻസ് ഇന്റർജക്ട് ചെയ്യാണ്, അത് ഇടക്ക് കയറി പറയാണ്. ആ പറയുന്നതിന്റെ ഉദ്ദേശം ഹൗ ഒഫൻസീവ് what they are saying, how offensive is their claim that Allah has a son or Allah has a child. അള്ളാഹുവിന് ഒരു സന്താനം ഉണ്ട് എന്ന് പറയുന്നത് എത്ര ഒഫൻസീവ് ആണ്, എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു വർത്താനമാണ് എന്നത് അള്ളാഹു ആവർത്തിച്ച് എംഫസൈസ് ചെയ്ത് പറയാണ്. എന്ന് മാത്രമല്ല, ഇതിന്റെ ഒരു സബ്ജക്റ്റ് മാറ്റർ നോക്കുമ്പോൾ അത് ഗ്രാമറ്റിക്കലി മറ്റേതുമായിട്ട് കണക്റ്റഡ് അല്ല എന്ന് പറയുന്നതാണ് എപ്പോഴും ഈ സെന്റൻസിന്റെ മീനിങ് വെച്ച് നോക്കുമ്പോഴും അതിന്റെ ആശയം വെച്ച് നോക്കുമ്പോഴും അങ്ങനെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ അതുകൊണ്ട് ആ വ്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ദിസ് ഈസ് നോട്ട് ആക്ച്വലി ഗ്രാമറ്റിക്കലി കണക്റ്റഡ്. അതായത് ആ മാലഹും ബിഹി മിൻ ഇൽമി എന്നുള്ളതൊരു ഹാലല്ല, മറിച്ച് ദാറ്റ്സ് എ സെപ്പറേറ്റ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്മെന്റ്. പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിട്ടുള്ള ഒരു വാചകം ആണ് അള്ളാഹു ആ പറഞ്ഞത് എന്നതാണ് അർത്ഥം. ഇനി ഇതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രാമർ ഉണ്ട്. ഞാനൊന്ന് എൻ്റെ ഇപ്പൊ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. എൻ്റെ ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം. മനസ്സിലാവുന്നില്ലെങ്കിൽ പറഞ്ഞോ കേട്ടാ.
മനസ്സിലാകുന്നില്ലെങ്കിൽ പറയാം. എന്റെ ബോർഡ് കാണുന്നുണ്ടോ? ഇത് കാണുന്നില്ലേ? വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. അതായത് ഇപ്പോ അറബിയില് അവർക്ക് വിവരമുണ്ട് എന്നെങ്ങനെ പറയാ? ഇൽമുൻ ലഹും. ഓക്കെ, എങ്ങനെ പറയാം? ഇൽമുൻ ലഹും. ലഹും. സാധാരണ ഇതിൽ മുബത്തദ ഖബർ. എന്താ മുബത്തദ ഖബർ എന്ന് പറഞ്ഞാൽ? ഒരു സെന്റൻസ്, ഒരു നോമിനൽ സെന്റൻസ്. അതായത് ദ ബോയ് ഈസ് സ്മാർട്ട്, ദ ബോയ് ഈസ് സ്മാർട്ട് എന്ന് പറയുമ്പോ ഇപ്പൊ ഞാനത് ഇംഗ്ലീഷിൽ എഴുതാം, നോക്കിക്കോളൂ. മുബത്തദ ഖബർ കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്ന് പറയണ്ട. ദ ബോയ് ഈസ് സ്മാർട്ട്. അവിടെ ദ ബോയ് എന്നുള്ളത് സബ്ജക്റ്റ് ആണ് അല്ലെ? സബ്ജക്റ്റ് ആണ്. ഈസ് എന്നുള്ളത് വെർബാണ്. സ്മാർട്ട് എന്നുള്ളത് എന്താണ്? ആ കുട്ടിയെ വിശേഷിപ്പിക്കാണ്. പക്ഷെ അറബിയിൽ നമ്മൾ ഇതേ വാചകം പറയുമ്പോ എങ്ങനെ പറയാ? ഒന്ന് പറഞ്ഞേ അറബിയില്. അൽ വലതു, പറഞ്ഞു നോക്കിയേ. അൽ വലതു, അൽ വലതു പറ. നഷീത്ത് അല്ലെങ്കിൽ നഷീത്ത് എന്നോ? അൽ വലത് നഷീത്ത്, സ്മാർട്ട് അല്ലെങ്കിൽ എനർജറ്റിക്. ദക്കി, സ്മാർട്ടിന് ദക്കി എന്ന് പറയാം, ഇന്റലിജന്റ്. അൽ വലതു ദക്കി. കണ്ട, അവിടെ ഒരു വെർബിന്റെ ആവശ്യമില്ല. ഇതിനാണ് മുബത്തദ ഖബർ എന്ന് പറയാം. ഈ അൽ വലത് എന്നുള്ളത് മുബത്തദയാണ്. മുബത്തദ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്, ഒരു സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു. അതിന്റെ പ്രെഡിക്കേറ്റ് ആണ് എന്ത്? ദക്കി. ഖബർ എന്നാണ് അതിന്റെ അറബി പറയാം. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ അള്ളാഹു എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ വാചകം പറഞ്ഞപ്പോ ലഹം എന്നുള്ളത് എടുത്തിട്ട് എന്ത് ചെയ്തു? തുടക്കത്തിലിട്ടു. മനസ്സിലാവുണ്ടോ? ഇതങ്ങോട്ട് ഇംഗ്ലീഷ് കളയാം. അറബിയല്ലേ പഠിക്കണേ? ഖുർആനല്ലേ പഠിക്കണേ? ഓക്കെ, അപ്പോ ലഹും ഇൽമുൻ, ലഹും ഇൽമുൻ എന്നാണ് അവർക്ക് വിവരം ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കണേ. ഇനി ലഹും ഇൽമുൻ, അതിനു മുമ്പ് അള്ളാഹു എന്താ ചെയ്തിരിക്കണേ? ഒരു മാ ചേർത്തു അല്ലെ? അത് നെഗേറ്റ് ചെയ്യണം അല്ലെ? ഇവിടെ ഈ ഇൽമുൻ ലഹും എന്നത് പറയുമ്പോ പറയേണ്ടിയിരുന്നത് അൽ ഇൽമു ലഹും എന്നാണ് പറയേണ്ടിയിരുന്നത്. മനസ്സിലായോ? അപ്പൊ അലിഫ്ലാം കളഞ്ഞിട്ട് ആ അലിഫ്ലാം ഇല്ലാതെ ഇൽമിനെ ഇപ്പുറത്തിട്ടു. അതിനെ പറയാ മുബത്തദ മുഅഖർ എന്നാ പറയാ. അതായത് സബ്ജക്റ്റിനെ അള്ളാഹു പിന്തിച്ചു. എന്തിനാണ് ആ പിന്തിച്ചെന്നറിയോ? അല്ലെങ്കിൽ ലഹും എന്നതിനെ മുന്തിച്ചു, എങ്ങനെയും പറയാലോ. ഇൽമ എന്നതിനെ പിന്തിച്ചു, എന്നിട്ട് ലഹും എന്നതിനെ മുന്തിച്ചു. അറബി ഭാഷയിൽ ഒരു സെന്റൻസിൽ ഒരു സംഗതിയെ അതിന്റെ സ്ഥാനത്ത് പറയുന്നതിനേക്കാളും മുന്തിച്ച് പറയുന്നതിന് 4 കാര്യങ്ങൾ ഉണ്ടാകും. ഒന്നുകിൽ അത് ഇഖ്തിസാസ് ആണ്. ആ ലഹും എന്നത് അല്ലെങ്കിൽ എന്താണോ ആ മുന്തിച്ച് പറയുന്നത് അതിനെ ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം, ഇഖ്തിസാസ്. രണ്ടാമത് തഅക്കീദ്. തഅക്കീദ് എന്ന് പറഞ്ഞാൽ അതിനൊന്ന് സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടി പറയാം. മൂന്നാമത് തശ്വീഖ്. തശ്വീഖ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യത്തിൽ ഒരു താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, നമ്മളിപ്പോ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി പിന്നെ എന്താണ് എന്റെ കയ്യിൽ ഉള്ളതെന്ന് അറിയാമോ? അതിന് നോക്കൂ, അറിയാമോ എന്റെ കയ്യിൽ എന്താ? നമ്മൾ അങ്ങനെ പറയില്ല മലയാളത്തില്. എന്തിനാ അത്? അറിയാമോ എന്നുള്ളത് മുന്തിക്കണം. എന്തിനാ? ഒരു തശ്വീഖിന് വേണ്ടിയിട്ട്, ഒരു ആഗ്രഹം ജനിപ്പിക്കാൻ വേണ്ടി. മനസ്സിലായോ? അതുപോലെ തഅജീൽ എന്ന് പറഞ്ഞാല് ഈ ഒരു കാര്യം പെട്ടെന്ന് ധൃതിപ്പെട്ട് നടക്കാൻ വേണ്ടിയിട്ട്, ധൃതിയിൽ സംഗതി സാധിക്കും എന്ന് പറയാൻ വേണ്ടി. അപ്പൊ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇവിടെ ഇപ്പൊ ഉദ്ദേശം, ഞാൻ ആ സംഗതി വല്ലാതെ വിശദീകരിക്കാൻ എന്റെ ഉദ്ദേശമല്ല. അതുകൊണ്ട് ഇവിടെ ഈ ലഹും എന്നത് മുന്തിച്ച് പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം തഅക്കീദാണ്. അവർക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇല്ല എന്നതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ ലഹും ഇൽമിലാണ് നിൽക്കണം. സാധാരണഗതിയിൽ ലഹും ഇൽമുൻ എന്നതിനെ നെഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പദം ലൈസ എന്നുള്ളതാണ്. ലൈസ ലഹും ഇൽമുൻ. ലൈസ സാധാരണഗതിയിൽ ഒരു കാര്യത്തെ കുറിച്ച് നെഗേറ്റ് ചെയ്യാൻ പറയുന്ന പദം ലൈസ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന?
മാലഹും ബിഹി ഇൽമുൻ. അത് ഒരു വാക്ക് ശരിക്കും പറയേണ്ടിരുന്നത് ലൈസ ലഹും ഇൽമുൻ ബിഹി. അവിടെ ബിഹിയും എന്ത് ചെയ്തു? ബിഹി എന്നുള്ളതും അള്ളാഹു മുന്തിച്ചു, അല്ലെ? തഖദീം കൊടുത്തു. ലൈസ ലഹും ബിഹി ഇൽമുൻ അങ്ങനെയാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ ആ ലൈസ മാറ്റിയിട്ട് അള്ളാഹു എന്താ പറഞ്ഞ? മാലഹും ബിഹി മിൻ ഇൽമുൻ. അപ്പൊ ലൈസയും പിന്നെ അതുപോലെ തന്നെ മായും തമ്മിലൊരു വ്യത്യാസമുണ്ട്. സാധാരണഗതിയിൽ ലൈസ ഉപയോഗിക്കുക, ലൈസ എപ്പോഴും ഉപയോഗിക്കാന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് പറയുമ്പോൾ, ഉദാഹരണത്തിന് അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ ചോദിക്കുന്നില്ല, അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. അള്ളാഹു ഒരു ഏറ്റവും വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അല്ലയോ? മനസ്സിലായോ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെ വെള്ളമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഹൽ ഹുനാക്കമാ ഉൻ, ലാ ലൈസ ഹുനാക്കമാ ഉൻ, ലൈസ ഹുനാക്കമാ. അപ്പൊ ലൈസ എന്നുള്ളത് പലപ്പോഴും ഒരു ചോദ്യം ചോദിക്കുന്നതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ലൈസ ഉപയോഗിക്കാൻ. പക്ഷെ മാ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? മാ ഉപയോഗിക്കുന്നത് ഒരു ഫാക്ട്, അതായത് ഒരു കാര്യത്തെ കംപ്ലീറ്റ്ലി പൂർണ്ണമായി നിഷേധിക്കാം. ഹൽ ഉസ്താദ് മൗജൂദ്, ഹൽ ഉസ്താദ് മൗജൂദ്, ഉസ്താദ് ഉണ്ടോ? മാ അൽ ഉസ്താദ് മാ മൗജൂദ്, ഉസ്താദ് ഇല്ല. അല്ലെങ്കിൽ മൽ ഉസ്താദ് മൗജൂദ്, ഉസ്താദ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഗതി നിഷേധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഫാക്ട് ആയിട്ട് പറയുമ്പോൾ, ഫാക്ച്വൽ ആയിട്ട് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ് മാ. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ലൈസയുടെയും മായുടെയും അർത്ഥം ഒന്ന് തന്നെയാണ്. എന്താ അർത്ഥം? ഇല്ല എന്നുള്ള അർത്ഥം. ഓക്കെ. അപ്പോ ഇവിടെ മാലഹും ബിഹി, പിന്നെ മിൻ ഇൽമ്, മിന്നിലേക്ക് ഞാൻ വരാട്ടോ. അപ്പോ ഈ മാ എന്തിനാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തിനാ മാ പറഞ്ഞത്? ഒന്ന് ആവർത്തിച്ച് പറഞ്ഞേ. മാ പറഞ്ഞ എന്തിനാ? ലൈസക്ക് പകരം മാ പറഞ്ഞ എന്തിനാ? ഒരു ഫാക്റ്റിനെ നിഷേധിക്കാൻ. അവർക്ക് വിവരം എന്ന് പറഞ്ഞ സംഗതി തന്നെ ഇല്ല. ലഹും എന്നത് എന്തിനാ മുന്തിച്ചത്? ലഹും തഖദീമായിട്ട് പറഞ്ഞ എന്തിനാ? ഉറപ്പിന് വേണ്ടി, ഒരു ഇഖ്തിസാസ്, അല്ലെങ്കിൽ ഒരു തഅക്കീദിന് വേണ്ടിയിട്ട്. ബിഹി എന്നത് എന്തിനാ മുന്തിച്ചത്? അതും ഇത് തന്നെ, തൗക്കീദ്. ഇൽമുൻ ശരിക്കും മുബത്തദയിൽ അലിഫ്ലാം വേണം. അലിഫ്ലാം എടുത്തു കളഞ്ഞത് ആ ഖബർ എന്താ, അല്ല ആ മുബത്തദ എന്താണ് നക്കിരായിട്ട് പറഞ്ഞത്? അത് ഗരീബാണ്. അത് വളരെ വിചിത്രമായ ഒരു വാചകമാണ്. അപ്പൊ ഈ വാചകത്തിന്റെ ഘടനയിൽ തന്നെ എന്തുണ്ട്? ഒരു വിയേർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. എന്തിനാണ് ഇത്ര വിയേർഡായിട്ട് അള്ളാഹു ഈ ഭാഷയെ ഇങ്ങനെ വളച്ചൊടിച്ച് പറഞ്ഞത്? അതാണ് നമ്മുടെ പോയിന്റ്. ഈ ഗ്രാമർ ഞാൻ പറയുന്നത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് മാലഹും ബിഹി എൽമുൻ എന്ന് അള്ളാഹു പറയണം. അവിടെ ഒരു മിൻ ചേർന്നിലേക്ക് ഞാൻ വന്നിട്ടില്ല കേട്ടോ, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ മൂന്ന് സംഗതികൾ, മാ എന്നുള്ളത്, മാ ചേർത്തത് ഫാക്ച്വലി ഒരു കാര്യം നിഷേധിക്കാൻ വേണ്ടി, ലഹും തഅക്കീദിന് വേണ്ടി മുന്തിച്ചത്, ബിഹി മുന്തിച്ചത് എന്തിനാ? അതും തഅക്കീദിന് വേണ്ടി. ഇനിയാണ് രസം. മിൻ ഇൽമിൻ. ഇവിടെ മിൻ ഇൽമിൻ എന്നുള്ളത് മിൻ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഭാഷയില് അവർക്ക് അതിനെക്കുറിച്ച് വിവരമില്ല എന്ന് പറയാൻ മിൻ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ എന്തിനാണ് മിൻ? ആ മിന്നിനെ കുറിച്ച് ഗ്രാമറ്റിക്കലി ആളുകൾ പറയാ, അത് മിൻ എന്നുള്ളത് സായിദ, മിൻ സായിദ എന്നാണ് പറയാ. സായിദ, ഇവിടെ സായിദ. അധികരിച്ചെന്നാണോ? അതായത് അധികരിച്ചത്. നമ്മൾ ജാദ എന്ന് പറയില്ലേ? കാണില്ല. ഓക്കെ, ജായിദ എന്നാ പറയാം, മിൻ ജായിദ എന്ന് പറയാം. പക്ഷെ അത് ഗ്രാമറ്റിക്കൽ പ്രയോഗമാണ്. ജാദ യസീദ് എന്നുള്ളത്. പക്ഷെ ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നത് തഅജ്ജുബാണ്. അതെന്നാണ് തഅജ്ജുബ്. അതായത് ബലാഗി ടേം അനുസരിച്ച്, അതായത് ഇതിന്റെ സാഹിത്യമായ ഭംഗി നോക്കുമ്പോൾ തഅജ്ജുബ്, അതായത് അവർക്ക് വിവരമില്ല എന്നതിനപ്പുറം ഈ മിൻ അവിടെ ചേർക്കുമ്പോൾ they don't have knowledge whatsoever. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഞാൻ ഇന്ന് ഉച്ചഭക്ഷണം പോലും കഴിച്ചില്ല, എനിക്ക് കഴിക്കാൻ യാതൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ
എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? ഒരു തഅജ്ജുബ് ഉണ്ട് അല്ലെ, ഒരു തഅജ്ജുബ് ഉണ്ട്, ഒരു അത്ഭുതം ഉണ്ട്, എക്സ്ക്ലമേഷൻ ഉണ്ട്. അതാണ് ഈ മിൻ ഇവിടെ ചെയ്യുന്നത്. മിൻ ചേർത്തത് കൊണ്ട് വരുന്ന പ്രധാനപ്പെട്ട മീനിങ്ങിലെ വ്യത്യാസം എന്താ വെച്ചാൽ, മാലഹും ബിഹി മിൻ ഇൽമിൻ, they don't have any knowledge, they don't have knowledge at all whatsoever. അവർക്ക് യാതൊരു വിവരവുമില്ല. പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? നമുക്ക് മനസ്സിലാവുണ്ടോ? തഅജ്ജുബിന്റെ ഒരു തഅജ്ജുബിനെ കുറിക്കാനാണ് ആ മീൻ ചേർത്തത്. അവർക്ക് യാതൊരു വിവരവുമില്ല, വിവരത്തിന്റെ ഒരു കണിക പോലും അവരുടെ അടുത്തില്ല. മനസ്സിലായോ? അത്ഭുതമായിട്ട് പറയുന്നത് അല്ലേ തഅജ്ജുബ്? അത്ഭുതമായിട്ട് തഅജ്ജുബ് എന്ന് പറഞ്ഞാൽ അത്ഭുതം, അത്ഭുതം പറയുന്നത്. അതായത് ഒരു എക്സ്ക്ലമേഷൻ നമ്മൾ പറയില്ല, അത്ഭുത പരതന്ത്രമായിട്ട് പറയാം. എങ്ങനെ? ഇങ്ങോട്ടാണോ? ഓക്കെ. അതായത് ഈ മിൻ ഇവിടെ ചേർത്തത് കൊണ്ട് ഉദ്ദേശം, വിവരത്തിൽ നിന്നൊരു കണിക പോലും അവർക്ക് ലഭിച്ചിട്ടില്ല. നോളജ്, they don't have a knowledge whatsoever. വിവരത്തിന്റെ, നോളജിന്റെ, അറിവിന്റെ ഒരു കണിക പോലും അവരുടെ അടുത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പാട് കഴിച്ച അള്ളാഹു ഈ മാ ചേർത്തു, ലൈസക്ക് പകരം മാ ചേർത്തു, ലഹും മുകളിൽ കൊണ്ടുവന്നു, മുമ്പിൽ കൊണ്ടുവന്നു, ബിഹി അവിടെ അതും മുന്നിൽ കൊണ്ടുവന്നു. ഈ ബിഹി എന്താന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടാ. എന്തിനെ കുറിച്ചാണ് വിവരമില്ല എന്നിട്ട് പറഞ്ഞിട്ടില്ല, അത് നമുക്ക് പറയാം. അതിനെക്കുറിച്ച് എന്നാ പറഞ്ഞത്, അതിനെക്കുറിച്ച് വിവരമില്ല. ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഏതിനെ കുറിച്ചാണ് വിവരമില്ലാത്തത്? ചേർത്തതിനെ കുറിച്ച്. നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന് സന്താനത്തെ, ഒരു പുത്രനെ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചാണ് ബിഹി. പക്ഷെ ആ ബിഹി ഒന്നുകൂടെ വിശദീകരിക്കണ്ടേ? ഞാൻ വിശദീകരിക്കാം. പക്ഷെ ഈ മിൻ, ദാറ്റ് ഈസ് സോ ഡേഞ്ചറസ്. ആ മിൻ എന്ന് പറയുന്നത് ഭയങ്കര അപകടകരമായ ഒരു വാക്കാണ് അള്ളാഹു പറഞ്ഞത്. അവർക്ക് ഒരു നോളജും ഇല്ല, ഒരു വിവരത്തിന്റെ ഒരു കണിക പോലും, ഒരു ലെവലേഷൻ പോലും വിവരമില്ലാതെയാണ് അവർ ചെയ്തത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു വളരെ ഇമോഷണലായി, വൈകാരികമായിട്ട് ഈ പറഞ്ഞ സംഗതിയെ, അവർ ചെയ്ത പ്രവൃത്തിയെ നിഷേധിക്കുകയാണ് ഇവിടെ എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടാ. ഇപ്പോ നോക്കൂ, ഇതുപോലെ ഖുറാനിൽ വേറെ വന്നിട്ടുണ്ട്, മാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്. കണ്ടോ അത്? മാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് കേട്ടണ്ട? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ലൈസ പോലെ തന്നെയാണ്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, നമുക്കൊരു നമ്മുടെ മുദ്രാവാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെ, അള്ളാഹു അല്ലാതെ ഇലാഹില്ല. മാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരെ അവിടെ? ഇലാഹിൻ ഇല്ലല്ലാഹ് ഒരു ഇലാഹും തന്നെ സൗണ്ട് കട്ടാകുന്നുണ്ട്. വോയിസ് ക്രാക്കായി പോകുന്നുണ്ട് ഇടക്ക്. ഇല്ല, ഇപ്പോഴും കട്ടാകുന്നുണ്ട്. ഞാന് ഹലോ, ഫുള്ളി കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല ഇപ്പൊ. ഓക്കെ ഓക്കെ, ഹോട്ട്സ്പോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഒറ്റ സെക്കൻഡ്. ഇപ്പൊ കേൾക്കാമോ? ഞാൻ വൈഫൈ ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ആണോ?
അതെ ക്ലിയർ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അതായത് ക്ലിയറാ. ഈ മിൻ അല്ലാഹ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഉണ്ട് അല്ലെ? അവിടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ പോരെ? അള്ളാഹുവിന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറയുന്നതിന് പകരം എവിടൊക്കെയാണോ മാമിൻ ഇലാഹിൻ ഇല്ലല്ലാ എന്ന് വന്നത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അബ്സല്യൂട്ട്ലി ദർ ഇസ് നോ ഗോഡ് ബട്ട് അള്ളാഹ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹേ ഇല്ല. ഒരു ഇലാഹിന്റെ യഥാർത്ഥ ഒരേ ഒരു ഇലാഹു മാത്രമേ ഉള്ളൂ, അത് അള്ളാഹുവാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ മായുടെയും മിന്നിന്റെയും ക്ലിയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ മനസ്സിലാവുന്നുണ്ടോ? അതേ പ്രയോഗമാണ് ഇവിടെ മാലഹും ബിഹി മിൻ ഇൽമിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെങ്കിലും അർത്ഥത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹിനെ ആരെങ്കിലും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു 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 ഇലാഹേ ഇല്ല, ഇലാഹു ഉണ്ടാവുക സാധ്യമേ അല്ല എന്ന് അവർ മനസ്സിലാക്കണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ ഇത് മാമിൻ ഇലാഹിൻ ഇല്ലല്ലാ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാക്ക് പകരം പറഞ്ഞത്. അപ്പോ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാസ്തവത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അവരുടെ വിവരത്തെക്കുറിച്ചുള്ള നോളജിനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവിനെ തന്നെ മാറ്റിമറിക്കണം. നോളജിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്, നോളജ് എന്താണ്, അറിവ്, അത് തന്നെ അള്ളാഹു എന്ത് ചെയ്യണ്? ആവർത്തിച്ച് നിഷേധിച്ച് പറയണം. മനസ്സിലാവുണ്ടോ? ചോദിക്കണോ? അല്ല, ഓക്കെ. ഇനി നമുക്ക് കുറച്ചു നേരത്തേക്ക് ഇത് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ അല്ലെ? ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് വിജ്ഞാനത്തിന്റെ, വിവരത്തിന്റെ, അറിവിന്റെ യാതൊരു കണിക പോലും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാലഹും ബിഹി മിൻ ഇൽമിൻ എന്ന സെന്റൻസിൽ പ്രയോഗിച്ചത്. ഓക്കെ, ഇനി ആ സെന്റൻസിന്റെ അല്ലെങ്കിൽ ആ പറഞ്ഞ വാചകത്തിന്റെ ഒരു 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 ആശയത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? ആരെ കുറിച്ചായി പറയുന്നത്? വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അല്ലെ? അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവരെ കുറിച്ചാണ്. ആ പറഞ്ഞത് ആരൊക്കെയാണ്? ക്രിസ്ത്യാനികളും ജൂതന്മാരും. ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, മുശ്രിക്കുകളുണ്ട്, അല്ലെ? എന്ന് പറഞ്ഞാൽ അന്ന് നിലവിലുള്ള അറിവിന്റെ, വിജ്ഞാനത്തിന്റെ, യൂണിവേഴ്സിറ്റികളുടെ, ഫിലോസഫികളുടെ ഒക്കെ തലതൊട്ടപ്പന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന അവരെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. ഇവർക്ക് വിജ്ഞാനത്തിന്റെ ഒരു കണിക പോലും ഇല്ല. ഏതുപോലെ എന്ന് വെച്ചാൽ നമുക്കിപ്പോ, അതായത് ആ വിജ്ഞാനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം അള്ളാഹുവിനൊരു സന്താനം ഉണ്ട് എന്ന് വാദിക്കുമ്പോ ഇല്ലാത്തൊരു സംഗതി, അള്ളാഹുവിന് ഇല്ലാത്തൊരു സംഗതി അവർ അട്രിബ്യൂട്ട് ചെയ്യണമല്ലോ, അല്ലെ? അപ്പൊ ഇല്ലാത്തൊരു സംഗതിയെ കുറിച്ച് അവർക്ക് പിന്നെ അവർ എത്ര സെന്റ് അഗസ്റ്റിൻ എഴുതിയാലും, സെന്റ് തോമസ് എഴുതിയാലും, സെന്റ് ലൂക്ക് പോൾ എഴുതിയാലും, ഇത്ര എല്ലാ സെയിന്റുകളൊക്കെ എഴുതുന്നതൊക്കെ എന്തല്ല, വിവരമേ അല്ല, നോളജ് അല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ആ പറച്ചിലിന്റെ ഒരു ഭാരം, അതിന്റെ ഒരു വെയിറ്റിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഇപ്പൊ ഇമാം റാസിയും ഇമാം ജമഖ്ശരിയും അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് പറയുന്നത്, വിജ്ഞാനം എന്താണ് എന്നുള്ള പെർസ്പെക്റ്റീവ് അള്ളാഹു നമ്മുടെ മുമ്പിൽ വെക്കണം. എന്താണ് അറിവ്? യഥാർത്ഥത്തിൽ അറിവ് എന്താണ്? ഇല്ലാത്തൊരു സ്ഥാനത്തിന് ഇപ്പൊ നമ്മൾ ഹാരി പോട്ടർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? കേട്ടണ്ട? ആരെങ്കിലും ഒക്കെ കേട്ടണ്ട? എന്താ? ഒരാൾ ഈ ഹാരി പോട്ടറിന്റെ മുഴുവൻ ഇതൊക്കെ വായിച്ചിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ എനിക്ക് നല്ല വിവരം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വല്ല വിവരമാണോ? അല്ല. എനിക്ക് മായാവിനെ കുറിച്ച്, മായാവി കഥകളൊക്കെ വായിച്ചിട്ട്, മായാവി, ഡാഗിനി, ലുട്ടൂസൻ, അങ്ങനത്തെ കുറെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പോക്കിമോൻ കാർട്ടൂൺ, അതല്ലെങ്കിൽ ടാർസൻ, ഇങ്ങനെ കുറെ ഇല്ലാത്ത കുറെ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ നന്നായിട്ട് PhD ഒക്കെ എടുത്തിട്ട് എനിക്ക് വിവരമുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അത് എത്രമാത്രം വിഡ്ഢിത്തരമാണ്. കാരണം എന്താ? അത് വിഡ്ഢിത്തരാവാൻ കാരണം എന്താ? ബിക്കോസ് ദോസ് പീപ്പിൾ, ദോസ് ക്യാരക്ടേഴ്സ് ഡോണ്ട് എക്സിസ്റ്റ്.
എക്സിസ്റ്റ്. അല്ല, അവര് നിലനിൽക്കുന്നില്ല. ഹാരി പോട്ടർ ഒരു പെണ്ണിന്റെ മനസ്സിൽ ഓക്കെ നല്ല നോവലായിട്ട് അത് വിറ്റഴിഞ്ഞിട്ടുണ്ടാവും, കുട്ടികളൊക്കെ അത് വാങ്ങി വായിക്കണ്ടാവും, എന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇറ്റ്സ് നോട്ട് റിയൽ നോളജ്. അതുകൊണ്ടാണല്ലോ ഹാരി പോട്ടറിനെ കുറിച്ച് ആരും PhD എഴുതാത്തത്, അതിനെക്കുറിച്ച് ആരും തിസീസ് എഴുതാത്തത്. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് നോട്ട് റിയൽ നോളജ്. ഒരാൾക്ക് ഇത്രയും പുസ്തകങ്ങളൊക്കെ വായിച്ചു കൂട്ടിയിട്ട് എനിക്ക് വലിയ വിവരമുണ്ട്, പോക്കിമോനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, ലുട്ടാപ്പിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, മായാവിനെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ ടാർസനെ കുറിച്ച് അറിയാം, ഇങ്ങനത്തെ എല്ലാ കഥ, അത് എന്തൊക്കെയാണോ എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനത്തെ വേറെ പലതും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് നല്ല വിവരമുണ്ട്, നമുക്ക് വേണം ഇൻഫർമേഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ നോളജ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സെയിം ആർഗ്യുമെന്റ് ആണ് അള്ളാഹു മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിന് ഇല്ലാത്ത ഒരു പുത്രനെ കൽപ്പിച്ചു, യു ആട്രിബ്യൂട്ടഡ് എ സൺ ടു അള്ളാഹ്, എന്നിട്ട് നിങ്ങൾ ആ ബേസിൽ, ആ പ്രിമൈസസിൽ നിങ്ങൾ തിയറി ഉണ്ടാക്കുകയാണ്. അതിൽ സെന്റ് അഗസ്റ്റിൻ എഴുതുന്നു, സെന്റ് ലൂക്കാസ് എഴുതുന്നു, സെന്റ് പോൾ എഴുതുന്നു, സെന്റ് തോമസ് എഴുതുന്നു. എത്ര വലിയ വിവരങ്ങളാണ് നിങ്ങൾ, പക്ഷെ അതൊന്നും എന്തല്ല, നോളജേ അല്ല. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് യാതൊരു അറിവുമില്ല. ഇത് വളരെ വ്യക്തമായി ഖണ്ഡിതമായി അള്ളാഹു നിഷേധിക്കാണ്. അത്തരം സംഗതികൾ നോളജേ അല്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അത് വിവരമാണ്, അറിവാണ് എന്ന് നിങ്ങൾക്ക് പറയാം. വേണമെങ്കിൽ വിവരമാണെന്ന് പറയാം. ഒരു ഇല്ലാത്തൊരു സംഗതി സങ്കല്പിച്ചിട്ട് ആ സങ്കല്പനത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്, കൂടുതൽ ഇങ്ങനെ എഴുതിയുണ്ടാക്കാണ്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ അത് വിവരം എന്ന് വേണമെങ്കിൽ പറയാം, അത് ഇൻഫർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഇറ്റ്സ് നോട്ട് നോളജ്. അതെന്തല്ല, അറിവല്ല. ഇത് പറയുമ്പോ ഈ ക്രിസ്ത്യാനികളല്ലാണ്ട് ജൂതന്മാർക്കും മുശ്രിക്കുകൾക്കും അനുവാദം ഉണ്ടോ മകനുണ്ട് എന്നുള്ളത്? ക്രിസ്ത്യാനികൾ മാത്രല്ലേ ജീസസിനെ അല്ല, അത് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ് വഖാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുല്ലാഹ്. ജൂതന്മാരിലെ എല്ലാ വിഭാഗവുമില്ല, മദീനയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ജൂതന്മാരിലെ ഒരു വിഭാഗം അവർ പറഞ്ഞിരുന്നു ഉസൈർ അള്ളാഹുവിന്റെ മകനാണെന്ന്. മുശ്രിക്കുകളെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞ? അവര് പറയുന്നു അബ്നാഉല്ലാ, ബനാത്തുല്ലാ, മലായിക്കത്ത്, മലക്കുകൾ അള്ളാഹുവിന്റെ ബനാത്താണ്. അല്ലെ, അവര് മലക്കുകളെ അള്ളാഹുവിനുള്ള പെൺമക്കളായിട്ട് കൽപ്പിക്കുന്നു. ഈ വലദൻ എന്ന പദം രണ്ടിനെയും കുറിക്കുന്നതാണ്. വയുന്ദിറല്ലദീന ഖാലുത്തഖദല്ലാഹു വലദ എന്നിടത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ച് പറഞ്ഞിരുന്നു, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്കുള്ള താക്കീതാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞിടത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഈ വലത് എന്നുള്ള പ്രയോഗം അള്ളാഹു അവിടെ പ്രയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ക്രിസ്ത്യാനികൾ മാത്രമല്ല ജൂതന്മാരും മുശ്രിക്കുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിന് ആരൊക്കെ സന്താനത്തെ കൽപ്പിക്കുന്നു, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ആ വലതെന്നുള്ള പദം രണ്ടും ഉൾക്കൊള്ളുന്നതാണ് കേട്ടാ. അപ്പോ many Jews believe that ഉസൈർ ഇബ്നുല്ലാ, അള്ളാഹുവിന്റെ മകനാണ് ഉസൈർ എന്നത് ജൂതന്മാരിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ വാദമായിരുന്നു. പക്ഷെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് അഡ്രസ് ചെയ്യുന്നത് ആരെയാണ്? ക്രിസ്ത്യാനികളാണ്. വൈ? എന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞു, ഇത് ക്രിസ്ത്യാനികൾക്ക് പിന്നെ ഈ കഥ സൂറത്തുൽ കഹ്ഫ് ആർക്കൊക്കെ ഉള്ള, സൂറത്തുൽ കഹ്ഫ് എപ്പോഴാണ് അവതരിച്ചെന്ന് നമ്മൾ പറഞ്ഞല്ലോ. മുശ്രിക്കുകൾ ചോദ്യം ചോദിച്ചു, ജൂതന്മാർ പറഞ്ഞു കൊടുത്ത ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോ ആ ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ട് അള്ളാഹു ക്രിസ്ത്യാനികളുടെ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ആ കഥയില് അല്ലെങ്കിൽ ആ കഥയ്ക്ക് ഉത്തരം, ആ ചോദ്യങ്ങളുടെ ഉത്തരം അള്ളാഹു പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ 4 കഥകൾ അള്ളാഹു ഉൾക്കൊള്ളിച്ചു. ആ കഥകളുടെ ഒരു ആമുഖമായിട്ട് ഈ പറയുന്ന വർത്തമാനം അള്ളാഹു പറയുമ്പോൾ ഇതിലെ ആമുഖത്തില് ഈ 3 കൂട്ടർക്കുള്ള മറുപടി, അല്ലെങ്കിൽ ഈ 3 കൂട്ടുകാരുടെയും വിവരത്തെ അല്ലെങ്കിൽ നോളജിനെ, അറിവിനെ അള്ളാഹു പൊളിച്ച് കൈ കൊടുക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന സംഗതികൾ കുറിച്ച് ക്രിസ്ത്യാനികളുടെ വാദമാണല്ലോ അല്ലെ? ഇങ്ങോട്ടാണ് ക്രിസ്ത്യാനികളുടെ വാദമാണ്, മറ്റേതത്ര പോപ്പുലർ അല്ല. ഇങ്ങനെ നമ്മള് ക്ലാസ്സുകളിലുള്ള അറിവുകൾ എല്ലാം ഉണ്ട്. അതെ, അതായത് നമ്മൾ അതിനെ കുറിച്ച് ഒരു പാസീവ് റെഫറൻസ് കൊടുത്താണ്. പാസീവ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ആ 3 കൂട്ടരെയും അത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ സ്പെസിഫിക് ആയിട്ട് പ്രത്യേകിച്ചും ഈ കഥ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ ആദ്യത്തെ കഥ പ്രധാനമായിട്ടും ആരെ ക്രിസ്ത്യാനികൾ പറഞ്ഞ അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററിയിൽ നടന്ന ഒരു കഥയാണ്
ഈ മറ്റേ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ, ആ കഥയിലേക്ക് നമ്മൾ വരുമ്പോൾ കൂടുതൽ പറയാം. അപ്പോ ബേസിക്കലി ഇവിടെ അള്ളാഹു സന്താനത്തെ ആരൊക്കെ പറയുന്നുണ്ടോ അവർക്കൊക്കെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് അപ്ലൈ ചെയ്യാം. സ്പെസിഫിക്കലി ക്രിസ്ത്യൻസ്, അവരെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടാ. അവർക്കൊരു വിവരമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ വലാലി, ഇനിയിപ്പൊ അടുത്ത വാചകം നോക്കൂ, വലാലി ആബാഇഹിം, അവരുടെ വാപ്പമാർക്കും ഇല്ല വിവരം, വാപ്പമാർക്കും നോളജ് ഇല്ല. പിതാക്കന്മാരാരാ ശരിക്ക്? ക്രിസ്ത്യാനികൾ ബേസിക്കലി ഫോളോ ചെയ്തിരുന്നത് റോമൻസിനെയാണ്. അന്നത്തെ പ്രത്യേകിച്ച് ആ ഒരു നിലവിൽ അന്ന് അറേബ്യയിലും ലോകത്തും നിലവിലുണ്ടായിരുന്ന ക്രിസ്ത്യൻസ് ഫോളോ ചെയ്ത് അവരുടെ ആൻസെസ്റ്റേഴ്സ് നിന്ന് അവർ അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന ആരെയാണ്? റോമൻസിനാണ്. ആ റോമൻസ് അവരുടെ ആൻസെസ്റ്റേഴ്സ് ആയിട്ടുള്ള അവർക്കും നോളജ് ഇല്ല. ഇതല്ല പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിങ്ങനെ പറയാം. പക്ഷേ അന്ന് നിലവിലുള്ള യൂണിവേഴ്സിറ്റികൾ, അന്ന് നിലവിലുള്ള വിജ്ഞാനത്തിന്റെ കുത്തകകള്, വലിയ വലിയ നാഗരികതയുടെ സംരക്ഷകര്, ഞങ്ങളാണ് നാഗരികതകർ, ഞങ്ങൾക്കാണ് നാഗരികത ഉള്ളത്. നിങ്ങളൊക്കെ അറബികളൊക്കെ വെറും ഡാർക്ക് ഏജിലാണ് ജീവിക്കുന്നത്, മിഡീവൽ ഏജിലാണ്, യാതൊരു വിവരമില്ലാത്തൊരു കൂട്ടരാണ് എന്ന് പറഞ്ഞ അറബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രവാചകൻ വന്നിട്ട്, ആ പ്രവാചകൻ ഒരു ഗ്രന്ഥം വന്നിട്ട്, ആ ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെതായിട്ട് പ്രവാചകൻ എടുത്തു പറയാണ്, നിങ്ങൾ ഈ വിജ്ഞാനത്തിന്റെ ദന്തഗോപുരങ്ങൾ എന്ന് വിളിക്കുന്ന ഈ മനുഷ്യന്മാരുണ്ടല്ലോ അവർക്ക് യാതൊരു അറിവില്ല. സൂറത്തുൽ നജ്മിലെ 27-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്, ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ലയുസമ്മൂനൽ മലായികത തസ്മിയത്തുൽ ഉൻസ, മലക്കുകളെ പറ്റിയിട്ട്. എന്നിട്ട് പറയുന്നുണ്ട് വമാ ലഹും ബിഹി മിൻ ഇൽമിൻ. വെരി ഗുഡ്. അതാണ് അവിടെയും, അതായത് പല സ്ഥലത്തും അതല്ല പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആയത്ത് കിട്ടാത്തതുകൊണ്ട് വളരെ ഓർമ്മിപ്പിച്ചതിന് വളരെ നന്ദി. അതാണ് മലക്കുകളെ കുറിച്ച് മുശ്രിക്കുകളുടെ വാദമല്ല ഉന്നയിക്കുന്നുണ്ട് എന്നല്ല. ഞാൻ ഇപ്പൊ നേരത്തെ ഓതിയ ആയത്തുണ്ടല്ലോ, കാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാ, ജൂതന്മാര് പറഞ്ഞിട്ടുണ്ട് എന്ത്? ഉസൈർ അള്ളാന്റെ പുത്രനാണ്. ഏതെങ്കിലും ഒരു വിഭാഗം ജൂതന്മാർക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഈ ഒരൊറ്റ നിഷേധാത്മകമായ ഈ വാചകത്തിൽ അതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന സംഗതി ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നോളജിന്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്, മറിച്ച് വെറും ഊഹമാണ്. ഊഹം എന്തല്ല, അറിവല്ല. ഇപ്പൊ നമ്മൾ നോക്കൂ, ഇന്നത്തെ കാലത്തും മൂന്നാം ലോക രാജ്യത്ത് നിന്ന് വരുന്ന വിവരത്തെ ഇവർ വിവരമായിട്ട് കണക്കൂട്ടൂലല്ലോ, അല്ലെ? യൂണിവേഴ്സിറ്റികളെ തരംതിരിക്കുന്നിടത്ത് 500 യൂണിവേഴ്സിറ്റികൾ ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ടോപ്പ് യൂണിവേഴ്സിറ്റികൾ ഏതാ? അത് ഹാർവാർഡ്, അത് ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, ടെമ്പിൾ, മറ്റേ അങ്ങനെ മസാച്യുസെറ്റ്സ്, ഇങ്ങനെയൊക്കെയാണ്. അവിടെയാണ് വിവരം. മൂന്നാം ലോക രാജ്യത്തുള്ള ഈ യൂണിവേഴ്സിറ്റികൾക്കൊന്നും ഒരു വിവരമില്ല. ഇവിടുത്തെ മനുഷ്യന്മാരൊക്കെ ഇപ്പോഴും അല്ല, അങ്ങനെയാണല്ലോ വിവരത്തെ അവര് ഇസ്ലാം. ഇപ്പൊ സാർ പറഞ്ഞതിന് ഊഹത്തെയാണ് പിന്തുടരുന്നത് എന്നുള്ള ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. അതെ, ഊഹത്തെ കുറിച്ചാണ്. അതായത് ഇത് കറക്റ്റ് നോളജിന്റെ ബേസ് അല്ല ഇത്, മറിച്ച് ഇതൊക്കെ എന്താണ്? ഇത് കംപ്ലീറ്റ്ലി ഒരു അസംഷൻ ആണ്, നിങ്ങളുടെ ഊഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അറിവിന്റെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ മുസ്ലിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം, അതാണ് അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. യഥാർത്ഥ വിവരം, യഥാർത്ഥ അറിവ് നമുക്ക് എവിടെ നിന്നാ ലഭിക്കുക? വിശുദ്ധ ഖുറാനിൽ നിന്നാണ് ലഭിക്കുക. നോക്കൂ, ഈ അറിവ് ലഭിക്കുന്നതിന്റെ ഒരു ഗുണത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്തുകൊണ്ടാണ് മുസ്ലിം ഒരു യഥാർത്ഥ മുഅ്മിൻ, ഖുർആനിലും അള്ളാഹുവിലും വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഒരു വെളിച്ചമുണ്ട്, അല്ലെ? ആ വെളിച്ചത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഏത് സന്ദർഭത്തിലും ആ വെളിച്ചം അവനെ നയിക്കും, അല്ലെ? ഇപ്പൊ കയ്യിമെന്ന് പറഞ്ഞല്ലോ ഖുർആനെ കുറിച്ച്. നമ്മൾ ഏറ്റവും വലിയ പ്രളയത്തിൽ പോലും നമ്മൾ പിടിച്ചു നിൽക്കും. എന്തുകൊണ്ടാ? നമുക്കറിയാം ഈ പ്രപഞ്ചത്തിന്റെ ഇപ്പൊ നമ്മൾ നോക്കൂ, ഇത്ര തകർന്നടിഞ്ഞ ഗസ, അതിലേക്ക് പോകുന്ന ആളുകളെ അൽ ജസീറ ഇന്റർവ്യൂ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാ പോണത്? അവർ പറയുന്നത് ഞങ്ങൾക്ക് പോകുന്നിടത്ത് അറിയാം, ഞങ്ങൾക്കറിയാം അവിടെ വീടില്ല, അവിടെ വെള്ളമില്ല, അവിടെ ജീവിതത്തിന് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യമില്ല, എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ മണ്ണിലേക്ക് പോകും, ഞങ്ങൾക്ക് ഞങ്ങളുടെ മണ്ണ് മതി, ആ മണ്ണിൽ ഞങ്ങൾ ജീവിക്കും, അവിടെ മരിക്കും.
ഇത് ഇത് ഈ പാശ്ചാത്യർക്ക് മനസ്സിലാവാത്ത സംഗതി. ട്രംപ് ഓഫർ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സുഡാനിലേക്ക് പോകാം, ലിബിയയിലേക്ക് പോകാം. അത് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഅലമൂന ലാഹിറം മിനൽ ഹയാത്തി ദുനിയ. അവര് ജീവിതത്തിന്റെ ഈ ഭൗതികന്മാർ എത്ര വിവരമുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് എന്താ അറിയുള്ളൂ? യഅലമൂന ലാഹിറം മിനൽ ഹയാത്തി ദുനിയ. ജീവിതത്തിന്റെ പുറം മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതിന്റെ അകം അറിയുന്നത് ആർക്കാണ്? വിശ്വാസിക്കാണ്. അതാണ് യഥാർത്ഥ അറിവ്. ആ അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു PhDയും ഒരു MBAയും ഒരു എഞ്ചിനീയറിംഗും ഒരു ഡോക്ടറേറ്റും ഒന്നും നമുക്ക് ആവശ്യമില്ല. ആ ഒരു നോളജ് കിട്ടിയാൽ ദാറ്റ് ഇസ് ദ ട്രൂ നോളജ്. ജീവിക്കാൻ ആ നോളജ് മതി, പിടിച്ചു നിൽക്കാൻ ആ വിവരം മതി. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഒരു മുഅ്മിനിനെ അവന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഭൗതിക ശക്തികൾക്ക് സാധിക്കാത്ത അതുകൊണ്ടാണ്. പക്ഷെ അവരെ പോലെ ആയ നമ്മുടെ കൂട്ടത്തിൽ ആളുകളുണ്ട്. എന്തുകൊണ്ടാ? അവരും ഈ ലാഹിറം മിനൽ ഹയാത്തി ദുനിയ, ഈ വിവരം അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ്, ഈ യഥാർത്ഥ അറിവ് അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതാണ് ഈ പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീം. അതാണ് യഥാർത്ഥ നോളജിനെ കുറിച്ച്. വിശ്വാസികൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം, തങ്ങളുടെ കയ്യിലുള്ള നോളജിനെ കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇത്. ഒരുപാട് പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ അത് അവിടെ നിർത്തണ്ട. ഈ ആയത്തിന്റെ ഒരു ഗാംഭീര്യം നമുക്ക് ഇന്ന് തന്നെ തീർക്കണേ. എല്ലാവരും ഉണ്ടാവൂലേ? ഓക്കെ, കുറച്ച് വൈകിയാലും ഓക്കെ. അപ്പോ പിന്നെ ഈ പിന്നെ റോമൻ സിവിലൈസേഷൻ, ക്രിസ്ത്യൻ സിവിലൈസേഷൻ, അതിനൊക്കെ കവച്ചു വെച്ചിട്ട് മറ്റൊരു സിവിലൈസേഷന്റെ, മറ്റൊരു നാഗരികതയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ബിഹി എന്നതിനെ കുറിച്ച് ഞാൻ പറയാമെന്ന്. മാലഹും ബിഹി മിൻ ഇൽമിൻ. അവർക്ക് അതിനെക്കുറിച്ചൊരു വിവരമില്ല. ഈ അതിനെക്കുറിച്ച് എന്നുള്ളതിൽ ഈ ബിഹിയിലെ ഉണ്ടല്ലോ, ലമീർ എന്ന് അതിനെ പറയാം അല്ലെ, പ്രൊനൗൺ. ആ പ്രൊനൗൺ എങ്ങോട്ടാ മടങ്ങണേ? അള്ളാഹിലേക്കാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു. വേറൊരു വിഭാഗം പറയുന്നു ബിഹി എന്ന് പറഞ്ഞത് അവരുടെ കൗലാണ്. അവരാ പറഞ്ഞല്ലോ, വയുന്ദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ. അവർ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. ആ കൗലിലേക്കാണ് മടങ്ങുന്നത് എന്ന് വേറൊരു വിഭാഗം പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു വാദം, ദ ഐഡിയ ഓഫ് അള്ളാഹ് ടേക്കിംഗ് എ സൺ. അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചു എന്നുള്ള ആശയം ഉണ്ടല്ലോ, ആ ആശയത്തെ കുറിച്ചാണ് ബിഹി എന്ന് പറയുന്നുണ്ട്. വളരെ ദുർബലമായ മറ്റൊരു വാദം, ആ ബിഹി എന്നുള്ളത് സണ്ണാണ്, വലതിനെ കുറിച്ചാണ്. ആ ബിഹി എന്നുള്ളത് മടങ്ങുന്നത് എങ്ങോട്ടാ? ലമീർ വലതിലേക്കാണ്. പക്ഷെ അതിനൊരു പ്രശ്നം എന്താ വെച്ചാല് അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്നതിനെ കുറിച്ച് അവർക്ക് അറിവില്ല എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവർക്ക് അറിവില്ലാത്തത് പ്രശ്നമുള്ളൂ, അള്ളാഹ്ക്ക് സന്താനം ഉണ്ട്. അതല്ല, അങ്ങനെ വരൂല. അപ്പൊ ദാറ്റ് ആ ക്ലൈം അതെന്താ, ആ വാദം എന്തല്ല, നിലനിൽക്കുന്നല്ല. ചുരുക്കി പറഞ്ഞാൽ ആ ബിഹി മടങ്ങുന്നത് അള്ളാഹുവിലേക്കാകാം. അതാണ് ഏറ്റവും മുൻഗണന നൽകുന്ന വാദം. രണ്ടാമത്തെ വാദം, ഇവർ ഈ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അള്ളാഹുവിന് സന്താനമുണ്ട്, അത് രണ്ടും ബേസിക്കലി ഒന്ന് തന്നെയാണ്. കാരണം അള്ളാഹിനെ കുറിച്ച് അവർക്ക് വിവരമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സന്താനം അവർ കൽപ്പിക്കുന്നതിനെ കുറിച്ചും വിവരമില്ല എന്ന് തന്നെയാണ് അർത്ഥം. ആ ഐഡിയ, ആ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്ന ആശയം, അതിനെക്കുറിച്ച് അവർക്ക് വിവരമില്ല എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. കാരണം യഥാർത്ഥത്തിൽ അള്ളാഹുവിന് അങ്ങനെ ഒരു സന്താനം അല്ലെങ്കിൽ സന്താനത്തെ സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞല്ലോ, അപ്പം അവർ ശരിക്കും ഊഹത്തെയാണ് പിൻപറ്റുന്നത് എന്ന് പറഞ്ഞത്. ഇത് തെളിയിക്കുന്ന മറ്റൊരായത്ത്, ഇപ്പൊ നേരത്തെ മുഹ്സിൻ ഇവിടെ പറഞ്ഞ സൂറത്ത് നജ്മിലെ ആയത്തുണ്ട്. കൂടാതെ സൂറത്ത് അൻആമിലെ 100-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നുണ്ട്, വഖറഖൂ ലഹു ബനീന വബനാത്തിൻ. കണ്ടോ, വഖറഖൂ ലഹു, അവർ അള്ളാഹുവിന് സൃഷ്ടിച്ചു, കൃത്രിമമായി സൃഷ്ടിച്ചു, ബനീന വബനാത്തിൻ, ആൺമക്കളെ പെൺമക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് പറഞ്ഞല്ലോ, അതിനെ സൂചിപ്പിക്കുന്നു. ബിഗൈരി ഇൽമിൻ, യാതൊരു നോളജും ഇല്ലാതെ, അറിവിന്റെ ഒരു കണിക പോലും ഇല്ലാതെ അവര് ചെയ്തത് ഈ സന്താനങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. സൂറത്ത് മറിയമിലെ 88-90 ആയത്തിൽ ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. യതകാദു സമാവാതു യതഫത്തർന, ആകാശങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പിളരുമാറായി. ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദ,
അവരൊരു ഭയങ്കരമായിട്ടുള്ള സംഗതിയാണ് ആ പറഞ്ഞത്. വഖാലുത്തഖദർ റഹ്മാനു വലദ, പരമകാരുണികൻ, അള്ളാന്ന് പോലും പറയാനുള്ള പരമകാരുണികനായിട്ടുള്ള നാഥൻ അവനൊരു വലതിനെ സ്വീകരിച്ചു എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നോക്കൂ, എത്ര മൂന്നായത്ത് 88, 89, 90 സൂറത്ത് മറിയം. തകാദു സമാവാതു യതഫത്തർന മിൻഹു ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ വഖാലു ഇത്തഖദർ റഹ്മാനു വലദ. പരമകാരുണികൻ ഒരു സന്താനത്തെ സ്വീകരിച്ചു എന്നത് അവർ പറഞ്ഞ ഭയങ്കരമായ വാക്കാണ്. ആ വാക്കിനാൽ ആകാശം പൊട്ടിപ്പിളരുമാറായി തീർന്നു. ഇങ്ങനെ ഒരു സംഗതിയെ കുറിച്ച് അല്ലാഹ് എവിടെയും പറഞ്ഞിട്ടില്ല. ഇത്തരം ഒരു കുഫറിന്റെയും ഷിർക്കിന്റെയും ഈ ഭീകരതയെ കുറിച്ച് ഇത്രയും കഠിനമായ വാക്കുകളിൽ അള്ളാഹു എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി അപ്പോ ഈ ബിഹി എന്നുള്ള ആ വാചകം ഇതിലേക്കൊക്കെ മടങ്ങുന്നു. ഇനി അബാഇഹിം നമ്മൾ പറഞ്ഞല്ലോ, അത് ഞാൻ പറഞ്ഞു റോമൻ ആൻസെസ്റ്റേഴ്സ് ആണ്, അവരുടെ റോമക്കാരായിട്ടുള്ള മുൻഗാമികളെ കുറിച്ചാണ്. അവർക്കും വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് നോളജ് ഉണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തില് അള്ളാഹുവിനെ കുറിച്ച് അവർ വെറും കുറെ ഊഹങ്ങൾ മാത്രമാണ് വെച്ചു പുലർത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോ ഈ ആബ എന്ന് പറഞ്ഞതിൽ വേറൊരു കാര്യമുണ്ട്. കാരണം എല്ലാ ആളുകളും പറയുന്ന ന്യായം എന്താ? ഇപ്പൊ ഈ എൻ്റെ അടുത്തൊരു നമ്മുടെ ഈ ഖുർആൻ സ്റ്റഡി സെന്ററിലെ ഒരു പഠിതാവ് എന്നോട് പറഞ്ഞു, ഈ നബിദിനത്തെ കുറിച്ച് പറഞ്ഞപ്പോ, മൗലൂദിനെ കുറിച്ച് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇതൊക്കെ ബിദ്അത്തല്ല ഇങ്ങനെ ആഘോഷിച്ച് ഈ ഘോഷയാത്രയും മൗലൂദും ഒക്കെ നടന്നു. അപ്പൊ അവര് പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ കാരണവന്മാരായിട്ട് ചെയ്തു പോരുന്നല്ലേ, നമ്മുടെ മഹലില് ഇതിനു മുമ്പ് നമ്മുടെ വാപ്പമാര് ചെയ്തിട്ടുണ്ട്, അവരുടെ വാപ്പമാര് ചെയ്തിട്ടുണ്ട്, അത് നമ്മളായിട്ട് എന്തിനാ നിർത്തി വെക്കണം, നമ്മളിങ്ങനെ തുടരും. അപ്പൊ അത് എപ്പോഴും എല്ലാ ആളുകളുടെയും ഒരു ന്യായമാണ്. എന്ത്? കാരണവന്മാരായിട്ട് ചെയ്തു പോരും, നമ്മുടെ പൂർവ്വപിതാക്കന്മാര്. മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെ പറഞ്ഞിരുന്നു. ഈ ബിംബങ്ങള് ദൈവങ്ങളല്ല എന്നാണോ മുഹമ്മദ് നീ പറയുന്നത്? എന്ത് വർത്താനമാണ് ഈ പറയുന്നത്? അവരുടെ വാക്കാണ്ട ഞാൻ പറഞ്ഞ. നമുക്ക് നമ്മുടെ വാപ്പമാരൊക്കെ എല്ലാ നബിമാരെ കുറിച്ചും അള്ളാഹ് അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സൂറത്തുൽ അംബിയാ നോക്കിയാലും ഖസസ് നോക്കിയാലും ശുആറാ നോക്കിയാലും അൻആം നോക്കിയാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ പ്രവാചകന്മാരോട് അവരുടെ ജനങ്ങൾ പറഞ്ഞൊരു സംഗതിയാണ്, നമ്മുടെ വാപ്പമാരായിട്ട് ഇതൊക്കെ ആരാധിച്ചു പോരുന്നല്ലേ, നമ്മളായിട്ട് എന്തിനത് നിർത്തിയാണ്? അപ്പൊ അതുകൂടി അള്ളാഹു ഇവിടെ നിഷേധിക്കാണ്. നിങ്ങൾക്കും വിവരമില്ല, നിങ്ങളുടെ വാപ്പക്കും വിവരമില്ല, വാപ്പമാർക്കും വിവരമില്ല, പിതാക്കന്മാർക്കും വിവരമില്ല. മറിച്ച് ഈ യഥാർത്ഥ വിവരത്തിന്റെ സ്രോതസ് അള്ളാഹുവിങ്കിൽ നിന്ന് ഉള്ളതാണ് എന്നത് സ്ട്രെസ് ചെയ്ത് പറയാണ് ഇവിടെ, കേട്ടോ. ഇതിൽ വേറൊരു പ്രശ്നം അടങ്ങിയിട്ടുള്ളത്, ഈ എവിടെ നിന്നാണ് പലപ്പോഴും മതങ്ങളിൽ ഈ തെറ്റുകൾ ആരംഭിക്കുക, മതങ്ങളിലെ അപഭ്രംശങ്ങൾ എവിടെ നിന്നാ സംഭവിക്കുക? ഏതോ ഒരാള് ഒരു മതവിശ്വാസം ഇങ്ങനെ യഥാർത്ഥ വിശ്വാസം ഇങ്ങനെ പൊട്ടിമുളച്ച്, അല്ലെങ്കിൽ അതിലിങ്ങനെ ഒരു പ്രവാചകൻ ആളുകളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവരെങ്ങനെ കൊണ്ടുവരുമ്പോൾ ഏതോ ഒരാള് ഏതോ ഒരു പുതിയ സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ നോക്കൂ, നമ്മുടെ ഹിന്ദുമതത്തില് ഈ ഹിന്ദുമതം വാസ്തവത്തിൽ നമ്മൾ ശരിക്കും അതിന്റെ റൂട്ട് പരിശോധിച്ചാൽ ഏകദൈവ വിശ്വാസത്തിന്റെ കണികകൾ അതിൽ കാണാൻ പറ്റും. അതിലെ പല പ്രതിപുരുഷന്മാരും പ്രവാചകന്മാരുടെ ലക്ഷണങ്ങളുള്ള ആളുകളാണ്. പക്ഷെ നോക്കൂ, ഒരാളാണ് ഒരു പുസ്തകം എഴുതിയത്. എന്ത്? ദൈവത്തിന്റെ തലയിൽ നിന്ന് ബ്രാഹ്മണരും, ദൈവത്തിന്റെ നെഞ്ചിൽ നിന്ന് ക്ഷത്രിയരും, പിന്നെ ഈ ഭാഗത്ത് നിന്ന് വൈശ്യരും, ഏറ്റവും കാലിന്റെ അടിയിൽ നിന്ന് ശൂദ്രരും, പിന്നെ ബാക്കി ദൈവത്തിന്റെ അങ്ങേയറ്റം ദൈവത്തിൽ നിന്നേ അല്ലാത്ത കുറെ താഴ്ന്ന ജാതിക്കാരും കീഴാള നമുക്ക് അങ്ങനത്തെ വാദമില്ല, താഴ്ന്ന ജാതിക്കാരും മേലെ ജാതിക്കാരും. ഇത് ഒരാൾ എഴുതിയതാണ്. അതോടുകൂടി എന്തായി? ആ മതത്തിന്റെ മൊത്തം കൺസെപ്റ്റ് മാറി. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ ഈ ട്രിനിറ്റി എന്ന് പറയുന്ന സംഗതി അങ്ങനെ വന്നതാണ്. ആരോ ഒരാൾ ഡിവൈസ് ചെയ്തതാണ്. പക്ഷെ അതോടുകൂടി എന്ത് സംഭവിച്ചു? ആ മതത്തിന്റെ മൊത്തം കൺസെപ്റ്റ് മാറിപ്പോയി. ഇത് മാറിപ്പോയപ്പോ എന്താ സംഭവിച്ചത്? ആളുകൾ ഇതിനെ തിരുത്താൻ വേണ്ടി പലരും ശ്രമിച്ചു. ക്രിസ്ത്യാനിറ്റിയുടെ അകത്തുനിന്ന് തന്നെ ഈ ട്രിനിറ്റിനെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? അത് തിരുത്താൻ മേലെ ഉള്ളവർ തയ്യാറായില്ല. മേലെ ഉള്ളവർക്ക് അറിയാം ഇത് പൊട്ടത്തരമാണെന്ന്. അതായത് ക്രിസ്ത്യാനിറ്റിയിൽ നമ്മളിങ്ങനെ ഈ ലേയേഴ്സിൽ ഏറ്റവും മേളിൽ പോകുന്ന ആളുകളോട് ചോദിച്ചു നോക്കിയോളൂ, നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ടത് മറയില്ലാതെ പഠിച്ചു നോക്കൂ, അവർക്കറിയാം ഇത് പൊട്ടത്തരമാണെന്ന്. പക്ഷെ എന്താ പ്രശ്നം? അവർക്ക് ഇനി പിന്നെ തിരുത്താൻ പറ്റാത്ത വിധം അവർ അതിൽ ഉറച്ചുപോയി. അങ്ങനെ സംഭവിച്ചപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന മതം ഏതാ? ക്രിസ്ത്യാനിറ്റിയാണ്. കാരണം ഇത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചർച്ചുകൾ വിൽക്കുന്നു, ചർച്ചുകൾ മ്യൂസിയം ആക്കി മാറ്റുന്നു,
പലയിടത്തും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പല ചർച്ചുകളും മുസ്ലിം പള്ളികളാക്കി മാറ്റിയ ചരിത്രം വരെ ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കേണ്ട അത് ക്രിസ്ത്യാനികൾക്ക് മാത്രം പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ മുസ്ലിങ്ങളിലും ഇപ്പൊ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ ആളുകൾ മതം വിട്ടു പോകുന്നുണ്ട് അല്ലെ. ഉദാഹരണത്തിന് നമ്മുടെ മതത്തിൽ തന്നെ ഇപ്പോ ഒരു ഉദാഹരണം എടുക്കും, ബഹുഭാര്യത്വം. ബഹുഭാര്യത്വം എങ്ങനെയാണ് ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത്? അള്ളാഹു സുബ്ഹാനഹു തആല എന്തിനാണ് അത് അനുവദിച്ചു കൊടുത്തത്? അത് യത്തീം മക്കളെ സംരക്ഷിക്കാനുള്ള ഒരു വഴിയായിട്ട്. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും യുദ്ധത്തിലും മറ്റുമൊക്കെ ധാരാളമായിട്ട് ആളുകള് പുരുഷന്മാര് കൊല്ലപ്പെടുമ്പോൾ രക്തസാക്ഷികളാകുമ്പോൾ യത്തീം മക്കളായിട്ടുള്ള ആളുകളെ അല്ലെ, വൈൻ എന്താണ് ആ ആയത്തുണ്ട് സൂറത്തുൻ നിസായില്, നിങ്ങൾക്ക് ഭയപ്പാടുണ്ടെങ്കിൽ വൈൻ ഖിഫ്തും അല്ലാ തഅദിലു ബൈനൽ യതാമ, നിങ്ങൾക്ക് യത്തീം മക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിനോട് നീതി പാലിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഫൻകിഹു മാ താബലക്കും മിനൻ നിസാഇ മാ മസ്നാ വസുലാസ വറുബാ, നിങ്ങൾ സ്ത്രീകള് രണ്ടോ മൂന്നോ നാലോ വിവാഹം കഴിച്ചോളാൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ആളുകള് അതിനെ ഒരു ലൈസൻസ് ആക്കിയിട്ട് അത് വ്യാപകമായി ദുരുപയോഗം ചെയ്തു. അപ്പൊ അതെന്തായി? അതിനെ എതിർത്തിട്ട് ആളുകള് മതത്തിന്ന് പോയി. വേറൊന്ന്, വളരെ നല്ല സാലിഹായ ശൈത്താൻ എന്നൊക്കെ പറഞ്ഞ ഒരു സംഗതി ഉണ്ട്. ഉദാഹരണത്തിന് നോക്ക്, ഇപ്പൊ മാതാപിതാക്കളോട് നന്മ ചെയ്യണം. ഇങ്ങനെ എത്തിമക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ 4 കഴിക്കാൻ അനുമതി കൊടുത്തത്. അല്ലാത്ത മക്കളെ കല്യാണം കഴിക്കാന്ന് ഞാൻ പറഞ്ഞില്ല. മക്കളെ കല്യാണം കഴിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഐ മീൻ എത്തിമക്കളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, വേറെയും കാരണങ്ങൾ കൊണ്ടും അനുവദിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് ബഹുഭാരത്തെ കുറിച്ച് വേറൊരു ഡിബേറ്റ് നടത്താം കേട്ടാ. വ്യവഹാരത്തെ കുറിച്ച് വേറൊരു ഡിബേറ്റ്, ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞതാ. സംശയം വരും, എത്തിമക്കളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് തോന്നിപ്പോവല്ലോ. അല്ലല്ല, അത് ഞാൻ പറഞ്ഞത് ഖുർആൻ ബേസിക്കലി ഖുർആൻ ഈ മസ്ന വ സുലാസ വ റുബാ, ഓക്കെ, ആ സംശയം അങ്ങനെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പൊ തിരുത്താണ്. അത് മാത്രമല്ല, കാരണം ഖുർആൻ ബേസിക്കലി നിങ്ങൾക്ക് 2, 3, 4 വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റീസൺ അതാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വിവാഹം കഴിക്കുന്ന സ്ത്രീകൾക്ക് നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഒരെണ്ണേ പറ്റുള്ളൂ, നിങ്ങൾ നീതി പാലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് നീതി പാലിക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ വിവാഹം കഴിക്കുന്ന സ്ത്രീകളെ കൽ മുഅല്ലഖ, ഒരു ബന്ധിച്ചിട്ട ആളെ പോലെ ആക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ബഹുഭാരിത്വം വളരെ സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ഞാൻ ആ ഉദാഹരണം എടുക്കുമ്പോൾ ഞാൻ അത് ആലോചിച്ചില്ല. പക്ഷെ എനിവേ, എന്തായാലും സംഗതി അത് കാരണം ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇതാണ്. ആ ഒറ്റ പോയിന്റില് ദീൻ വിട്ട എത്രയോ ചെറുപ്പക്കാരെയും എത്രയോ ചെറുപ്പക്കാരികളെയും നമുക്ക് കാണാൻ സാധിക്കും. വൈ? ബിക്കോസ് നമ്മളുടെ പ്രാക്ടീസ് ഏതോ കുറച്ച് ആളുകൾ ചെയ്തത് പിന്നെ തുടർന്ന് വന്നു, ആളുകൾ അത് കണ്ട് ചെയ്തു. വേറൊരു ഉദാഹരണം പറയാം, ബിർറുൽ വാലിദൈനി, മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ളത് എന്താണ്? വലിയ പുണ്യമുള്ളൊരു സംഗതിയാണ്. പക്ഷെ ഒരാള് മാതാപിതാക്കൾക്ക് നന്മ ചെയ്തതിന്റെ പേരിൽ ഭാര്യനെ പരിഗണിക്കുന്നില്ല, മക്കളെ പരിഗണിക്കുന്നില്ല. ആ മക്കളും ആ ഭാര്യയും ബിർറുൽ വാലിദൈനി എന്ന കൺസെപ്റ്റിന്റെ അകത്ത് പെടാതെ പോയത് അയാൾ മനസ്സിലാക്കിയത് അതാണ് ദീൻ. അതിന്റെ അപ്പുറത്ത് എന്റെ ഭാര്യയോട് എന്റെ മക്കളോട് എനിക്ക് അവകാശമുണ്ട്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് വെച്ചാല് സെലക്റ്റീവായിട്ട് ദീൻ നടപ്പാക്കുമ്പോൾ അനന്തരാവകാശ നിയമത്തിന്റെ പേരിൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന എത്ര പേരുണ്ട്? വൈ? ബിക്കോസ് നമ്മൾ അനന്തരാവകാശം പാലിക്കുന്നിടത്ത് എല്ലാവരും ഖുർആൻ വേണം. ആൺമക്കൾക്ക് 2 പെൺമക്കൾക്ക് 1 ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഈ ആൺമക്കളുടെ ബാധ്യതയെ കുറിച്ച് അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് 2 ഓഹരി കിട്ടുന്നു? ആ ഓരോ ഓഹരി കിട്ടിയ പെങ്ങളുണ്ടല്ലോ, ആ പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം നിനക്കാണ് എന്ന് എത്ര ആള് ഫത്വ കൊടുക്കും? നമ്മുടെ കൂട്ടത്തില് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി വന്നു. അതിന്റെ പേരിൽ ദീൻ വിട്ടുപോകുന്നു. ഞാൻ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ, ഈ ദീനിന് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളെ നമ്മൾ സെലക്റ്റീവായിട്ട് നടപ്പാക്കിയാൽ അത് ഈ ദീനിൽ നിന്ന് ആളുകളെ പുറത്താക്കുന്ന അവസ്ഥ വരും. അപ്പോൾ വേറെ മിനിമം ചെറിയ പെട്ടെന്ന് മനസ്സിലാവണം. മറ്റൊരു എക്സാമ്പിളോട് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഖുർആൻ പഠിക്കണം, ഹിഫ്ള് ആക്കണം. ഒരു കുട്ടിയെ ചില മദ്രസകളിൽ കാണാൻ ഭയങ്കരമായിട്ട് അടിച്ചും ഇടിച്ചും ഒക്കെ ഹിഫ്ളാക്കി. അങ്ങനെ ഹിഫ്ള് പഠിച്ച കുട്ടികൾ എങ്ങനെ ഉണ്ടാവും? പിന്നീട് ഖുർആനോടുള്ള അവരുടെ കാഴ്ചപ്പാട് പിന്നെ എന്തായിരിക്കും? പള്ളി കാണുമ്പോൾ ഉസ്താദിന്റെ അടി ഓർമ്മ വരുന്നതാണ്. ഈ അടുത്തെന്റെ അടുത്തൊരു കുട്ടി
പിന്നെ കൗൺസിലിങ്ങിന് വന്നു എൻ്റെ അടുത്ത്. ആ കുട്ടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി, അവൾക്ക് 2ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം മൊത്തം ഈ മതത്തെക്കുറിച്ച്, ദീനിനെ കുറിച്ച്, ദീൻ പഠിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് ഒക്കെ അവളുടെ കംപ്ലീറ്റ് കൺസെപ്റ്റിന് മാറ്റിക്കളഞ്ഞു എന്നാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എത്ര വയസ്സുണ്ടാവും ആലോചിച്ച് നോക്കൂ. 6 വയസ്സ് 7 വയസ്സ്. അപ്പൊ ഉണ്ടായ ഒരു അനുഭവം, ഒരു ദുരനുഭവം അവളെ സ്വാധീനിച്ചിട്ട് അവള് ദീനിൽ നിന്ന് ഈ മതം പഠിപ്പിക്കുന്ന ആളുകളോട് തന്നെ വെറുപ്പുണ്ടാകുന്ന അവസ്ഥ. അപ്പോ ഞാൻ പറയുന്നത് സെലക്റ്റീവായിട്ട് നമ്മൾ ഈ അത് ക്രിസ്ത്യാനികളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമുക്കും നമ്മുടെ ഉള്ളിലേക്കും നമ്മൾ തിരിഞ്ഞു നോക്കണമല്ലോ. നമ്മുടെ ദീനിന്റെ അകത്തളത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്തരം പുഴുക്കുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ, ഇത്തരം അപഭ്രംശങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മാറ്റാനും അതിനെ തിരുത്താനും ഇതേ ഖുർആൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥ നോളജ് ചെയ്യേണ്ടത്. യഥാർത്ഥ അറിവ് ലഭിച്ച ആളുകൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. എവിടെയാണോ തിരുത്തേണ്ടത് അവിടെ തിരുത്താൻ നമുക്ക് സാധിക്കണം. മൊത്തം ഇങ്ങനത്തെ ഒരു സമൂഹം ഉണ്ടായി വരുമ്പോൾ, സമൂഹത്തിലെ അംഗങ്ങൾ സെലക്റ്റീവായിട്ട് ദീനിനെ നടപ്പാക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുമ്പോൾ അതിനെ സമഗ്രമായി കണ്ടുകൊണ്ട് തിരുത്താനുള്ള നടപടികൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ അതേ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച അപഭ്രംശം, അതേ ഹിന്ദു മതത്തിന് സംഭവിച്ച അപഭ്രംശം അതൊക്കെ നമുക്കും ബാധകമാണ് എന്നാണ് പറഞ്ഞതിനർത്ഥം. ഓക്കെ, ഇനി നമുക്ക് സമയമില്ല, എന്നാലും നമ്മൾ ഇതങ്ങോട്ട് തീർക്കാം. 5ാമത്തെ ആയത് കബുറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. കബുറത്ത്, ഞാൻ പറഞ്ഞു സാധാരണഗതിയിൽ പറയേണ്ടത് എങ്ങനെയാ? കെബിറത്ത് എന്നാ പറയേണ്ടത്. കെബിറ അത് അള്ളാഹു കബുറത്ത് എന്നാക്കി ഒരു സുക്കൂനിട്ട്, അല്ലെ? ഫഉല വസൻ. ഫഉല വസൻ, അത് ആ ഫഉല വസനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അറബി ഭാഷയില് ഒരു കാര്യം അത്ഭുതമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പോ അക്ബർ ബി കലിമത്തിൻ, ഇതേ സൂറത്തില് കുറച്ച് കഴിയുമ്പോൾ അബ്സിർ ബിഹി വ അസ്മ എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ കഹ്ഫില്. അബ്സിർ ബിഹി വ അസ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹു എത്ര കാഴ്ചയുള്ളവനാണ്, വ അസ്മ എത്ര കേൾവി ശക്തി ഉള്ളവനാണ് എന്ന് പറയാൻ വേണ്ടി അജ്മൽ, മാ അജ്മല ഹാദ, എത്ര, ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ്, മാ അക്ബർ ബിഹ. സൂപ്പർലേറ്റീവ്, അതെ. അതിന്റെ ഏറ്റവും എക്സാജറേറ്റഡ് ഫോമിൽ പറയാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയാം. അജ്മൽ ബി സയ്യാറ, എത്ര മനോഹരമായ കാറ്. അജ്മൽ ബിഹാദൽ ബൈത്ത്, ഈ വീട് എത്ര മനോഹരം. മാ അക്ബറ കലിമത്തൻ എന്നൊക്കെ പറയാം ഇവിടെ. പക്ഷെ അത് പറയാതെ അതൊക്കെ മാറ്റി വെച്ചിട്ട് മാ അക്ബറഹ കലിമത്തൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവര് പറഞ്ഞ വാചകം ഭയങ്കര വലുതാണ്, ഭയങ്കരമാണ് എന്ന് പറയാം. പക്ഷെ അത് പറയാതെ കെബിറത്ത് എന്നും പറയാതെ ഖബുറത്ത് എന്ന് പറഞ്ഞു. ഖബുറ വസിൻ വന്നാൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ ദവാമാണ് എന്നാണ് അറബി ഗ്രാമറ്റിക്കലി പറയാ. ദവാം എന്ന് പറഞ്ഞാല് സ്ഥിരമായിട്ട്. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് ഞാൻ പറയണ് മാ അഹ്സന ഹാദിഹി സയ്യാറ, ഈ കാർ എത്ര മനോഹരം. അപ്പൊ ഇപ്പൊ ഞാൻ കാണുമ്പോ ഈ കാർ മനോഹരമാണ്. പക്ഷെ അവിടെ ഹസുനത്ത് സയ്യാറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കാർ എപ്പോഴും ബ്യൂട്ടിഫുൾ ആണ് എന്നർത്ഥം. മാ അഹ്സന ഹാദൽ ബൈത്ത്, ഈ വീട് എത്ര മനോഹരമാണ്. പക്ഷെ ഹസുനൽ ബൈത്ത് എന്ന് ഫഉല വസൻ ഉപയോഗിച്ച് പറഞ്ഞാൽ ഈ വീട് എപ്പോഴും ഇറ്റ്സ് ബീൻ ബ്യൂട്ടിഫുൾ ഓൾവേസ്, എപ്പോഴും ഇത് മനോഹരമാണ്. സോ അപ്പൊ ഇവിടെ കബുറത്ത് എന്ന് പറയുമ്പോ എന്താ അതിന്റെ അർത്ഥം? കബുറത്ത് കലിമത്തൻ, അവര് പറഞ്ഞ വാചകം അത് എത്രയോ ഭയങ്കരമാണ്. ഭയങ്കരമായിക്കൊണ്ടേയാണ് അവർ പറഞ്ഞു പോരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുന്നത് മാത്രമല്ല, ഈ പറയുന്ന ഈ നിമിഷമല്ല അത് ഭയങ്കരം. അവര് പറഞ്ഞ 1-ാം തീയതി മുതൽ ഇന്ന് ഇപ്പോ വരെ, ഈ പറയുന്ന ഈ സന്ദർഭം വരെ അവര് പറഞ്ഞ വാചകം ഭയങ്കരമാണ്. ചെറിയൊരു ഒരു കെസറിന് പകരം ഒരു സുക്കൂൻ വന്നപ്പോ അർത്ഥത്തിൽ വന്ന വ്യത്യാസം കണ്ടോ? ഒരു കെസറിന് പകരം കെബിറ എന്ന് പറയുന്നതിന് പകരം കെബുറ എന്ന് പറഞ്ഞപ്പോ അർത്ഥത്തിൽ വന്ന വ്യത്യാസം എന്താ? What they have been saying all along, it's a terrible great mistake. അവർ പറഞ്ഞത് ഭയങ്കരമായ വാചകം. ഓക്കെ, ഇനി രണ്ടാമത് ഇതിന്റെ അകത്തൊരു പ്രശ്നം, കബുറത്ത് എന്നുള്ളത് ഫെയിൽ അല്ലേ? അതിനൊരു ഫായില് വേണ്ടേ? ഏതാ ഫായില്? കെലിമത്ത് അല്ലേ? ഫായിലിന് എന്താ ഇറാബ് വേണ്ടത്?
ഹർഫ് എന്താ വേണ്ടത്? റഫ് റഫ് അല്ലേ വേണ്ട? അപ്പൊ കബുറത്ത് കലിമത്തുൻ എന്നല്ലേ വേണ്ടത്? ശരിക്കും അറബിയില് നമ്മൾ ആ സെന്റൻസ് എടുത്തു നോക്കിയാൽ കബുറത്ത് കലിമത്തുൻ എന്നാണ് വേണ്ടത്. പക്ഷെ ഇവിടെ എന്താ? കലിമത്ത് എങ്ങനെയാ റഫ ഇതാവ ഫായിലാവ മഫൂൽ ബിഹി വാചകത്തിനല്ലേ വരാ? കബുറത്ത് കബ് അവിടെയല്ലേ ഫായിൽ വരെ കബുറത്ത് അപ്പൊ അവിടെ തന്നെ ഫായിൽ ഉണ്ടാവും. ഏതാ? അതാണ് അപ്പൊ അവിടുത്തെ കബു ഫായിൽ ഏതാ? അവർ കബുറത്ത് നോക്കൂ, അവര് കബുറത്ത് കലിമത്തൻ, അവര് പറഞ്ഞ വാചകം എത്ര ഭയങ്കരമാണ് എന്ന് പറയുമ്പോൾ ആ കബുറത്തിന്റെ ഫായിലായിട്ട് കെലിമത്താണുള്ളത്. പക്ഷെ കെലിമത്ത് എന്നുള്ളത് കെലിമത്തുൻ എന്ന് പറയാതെ കെലിമത്തൻ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഞാൻ സമയം വൈകിയതുകൊണ്ട് വല്ലാതെ നിങ്ങളോട് ചോദ്യം ചോദിക്കാതെ ഞാൻ തന്നെ അങ്ങോട്ട് പറയണം. അതായത് അവിടെ ഒരു ഹിയ അടങ്ങിയിട്ടുണ്ട്. കബുറത്ത് ഹിയ, അത്, അതായത് അവരാ പറഞ്ഞ സംഗതി. ഹൗ ബിഗ് ഇറ്റ് ഈസ് ടു സേ കെലിമത്തൻ, പറയുന്നതിൽ അവർ ആ പറഞ്ഞ ആ വാചകമുണ്ടല്ലോ, അത് എത്ര ഭയങ്കരമായ വാചകമാണ്. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ കബുറത്ത് കെലിമത്തുൻ കെലിമത്തൻ, അവരാ പറഞ്ഞ വാചകം. അങ്ങനെ പറയും ചിലപ്പോൾ അറബിയില്. ഇപ്പോ ലറബ്തുൽ വലദ ലർബൻ എന്ന് പറയുമല്ലോ, ഞാൻ ആ കുട്ടിയെ ഒരു അടി അടിച്ചു എന്ന് പറയുന്നത് പോലെ. കബുറത്ത് അൽ കെലിമത്തു, അവരാ പറഞ്ഞ വാചകം കെലിമത്തൻ, ഒരു വാചകം എന്നുള്ള നിലക്ക് എത്ര ഭയങ്കരമാണ്. അപ്പൊ അവിടെ ഹിയ എന്നുള്ളതാണ് ഫായില്, കെലിമത്തൻ എന്നുള്ളത് എന്താണ്? മഫൂലാണ്. അപ്പൊ മൻസൂബാണ് എന്നർത്ഥം കേട്ടോ. ഓക്കെ. അപ്പോ പറയുന്ന വാചകം ഭയങ്കരമായിരിക്കുന്നു, ഭീകരമായിരിക്കുന്നു, ടെറിബിൾ ആണ്, ഹൊറിഫിക് ആണ് എന്ന് പറയാൻ വേണ്ടി ഫഉല വസ്ൻ ഉപയോഗിച്ചു. പിന്നെ കെലിമത്തൻ അത് മൻസൂബായിട്ട് ഉപയോഗിച്ചു, മഫ്ഊല്. ഹിയ എന്നുള്ളത് അതിന്റെ അകത്ത് ഇറ്റ്സ് എ ഹ്യൂജ് തിങ് ടു സേ എന്നുള്ള അർത്ഥം. അവർ പറയുന്നത് വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, കെലിമത്തൻ. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഖൗൽ എന്ന് അല്ലാഹുവിന് പറയാമായിരുന്നു, അല്ലെ? കബുറൽ ഖൗലു ഖൗലൻ, കബുറൽ ഖൗലു ഖൗലൻ, അവർ പറയുന്ന വാചകം എന്ന് പറയാം. പക്ഷെ കെലിമത്ത് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കണം, ഈ കെലിമത്തില് ഒരു 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 സാധാരണ ഇതിൽ കെലിമത്ത് എന്നുള്ള പദം ഉപയോഗിക്കുക അതിന്റെ അകത്തൊരു ഒരു വാദം, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് പറയാൻ വേണ്ടിയിട്ടാണ്. കെലിമത്തിൽ എന്താ അടങ്ങിയിട്ടുണ്ട്? അതിന്റെ ഇഫക്റ്റീവ്ലി തന്നെ ആ കെലിമത്ത് എന്നുള്ള പദത്തില് ആർഗ്യുമെന്റ് ഉണ്ട്. ഉദാഹരണത്തിന് ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിന്റെ വാചകം അത് ഏറ്റവും ഉയരത്തിലാകാൻ വേണ്ടിയിട്ട്. എന്താണ് അള്ളാന്റെ വാചകം? ലാ ഇലാഹ ഇല്ലല്ലാ, അതൊരു ആർഗ്യുമെന്റ് ആണ്. അള്ളാഹു ആണ് ഏക ഇലാഹ്, അവനല്ല മറ്റൊരു ഇലാഹില്ല. അപ്പൊ ഇവരുടെ ആർഗ്യുമെന്റ് എന്താ? അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ആർഗ്യുമെന്റ് എന്നുള്ള നിലക്ക് അതെന്താണ്? ഇറ്റ്സ് എ ബിഗ് തിങ് ടു സേ, ഇറ്റ്സ് എ ഹ്യൂജ് തിങ് ടു സേ. ഇവര് പറയുന്നത് വളരെ മോശമായി. അപ്പൊ നോക്കൂ, ഇനി അടുത്തതും കൂടെ വായിക്കാം, എന്നിട്ട് ഞാൻ ഒന്നിച്ച് പറയാം. ഈ യഖൂലൂന ഇല്ലാ കദിബ, ഈ യഖൂലൂന ഇല്ലാ കദിബ. മാ യഖൂലൂനാന്നോ ലാ യഖൂലൂനാന്നോ പറഞ്ഞാൽ മതി. ശരിക്കും മുലാരിയായ ഒരു ഫീലിന്റെ ഒപ്പം ലാ ആണ് വരിക, അതിനെ നെഗേറ്റ് ചെയ്യാൻ, നിഷേധിക്കാൻ. പക്ഷെ എന്തുകൊണ്ട് ഇൻ പറഞ്ഞു? ഇൻ അവിടെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവർ പറയുന്നത് കളവല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ മിൻ പറഞ്ഞല്ലോ, മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് വിജ്ഞാനത്തിന്റെ അറിവിന്റെ യാതൊരു കണികയില്ല എന്ന് പറഞ്ഞല്ലോ. അതുപോലത്തെ ഒരു വർത്താനമാണ് ഈ യഖൂലൂന ഇല്ലാ കദിബ. അതിനു മുമ്പ് തഖ്റുജു മിൻ അഫ്വാഹിഹിം അത് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അവരുടെ വായിൽ നിന്ന് പുറത്തു വന്നത്. ചില വാക്കുകൾ പുറത്തേക്ക് വരില്ല, ചിലത് ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുള്ളൂ. പക്ഷെ പുറത്തേക്ക് വന്നാൽ അത് ഭയങ്കരമായിരിക്കും. അപ്പൊ അള്ളാഹു എന്തൊക്കെയാണ് പറയണെന്ന് നോക്കിയേ. മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് യാതൊരു അറിവുമില്ല. വലാലി ആബാഹിം, അവരുടെ പിതാക്കന്മാർക്കുമില്ല. കബുറത്ത് കലിമത്തൻ, എത്ര ഭയങ്കരമായ വാക്കാണ് അവരാ പറഞ്ഞത്. തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്ന് അത് പുറത്തു വന്നു. അവർക്ക് എങ്ങനെ പറയാൻ തോന്നിയത്? ആരോടാണ് അവർ, ആരെക്കുറിച്ചാണ് അവരാ പറഞ്ഞെന്നറിയോ? അവർക്ക് വായ തന്ന, അവർക്ക് നാവ് തന്ന, അവരെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന. ഇപ്പോ ഈ സൂറത്തില് അസ്ഹാബുൽ കഹ്ഫിന്റെ സംഗതി പറയുമ്പോ അസ്ഹാബുൽ കഹ്ഫ് എഴുന്നേറ്റുന്ന ഒരു വാചകത്തെ കുറിച്ച്, അതുപോലെ അള്ളാഹുവിന്റെ വാചകത്തെ സംരക്ഷിക്കേണ്ട, അത് ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ആ അസ്ഹാബുൽ കഹ്ഫ്. അവര് റബ്ബുന റബ്ബുസ് സമാവാത്ത്,
ആകാശഭൂമികളുടെ റബ്ബ്, ഞങ്ങളുടെ റബ്ബ് ആ റബ്ബ് സമാവാത്തി വലർദാണ്, ആകാശഭൂമികളുടെ റബ്ബാണ് എന്ന് പറയേണ്ട ആളുകള്, അള്ളാഹുവിനെ കുറിച്ച് അത്രയും മഹത്തായ വർത്താനം പറയേണ്ട ആളുകള് ഈ അള്ളാഹുവിനൊരു സന്താനത്തെ കുറിച്ച് പറയാൻ അവരുടെ നാവ് പൊന്തിയല്ലോ. അതാണ് അള്ളാഹ് ചോദിക്കുന്നത്. തഖ്റുജു മിൻ അഫ്വാഹി എന്ന് പറയുന്നത് അവരുടെ നാവ് പൊന്തിയോ അതിന്? ഹൗ ക്യാൻ ദേ സേ what a terrific word, what a terrific claim they are having. ഇതാണ് പറയുന്നത്, ഈ യഖൂലൂന ഇല്ലാ കദിബ, നുണയല്ലാതെ, നുണയിൽ കെട്ടിപ്പടുത്ത ഒരു വാദമാണത്, നുണയല്ലാതെ അവര് പറയുന്നില്ല. ഇൻ യഖൂലൂന, ഇൻ എന്നുള്ളത് ടു നെഗേറ്റ് കംപ്ലീറ്റ്ലി, അവർക്ക് യാതൊന്നും സത്യം, അവരുടെ സത്യത്തിന്റെ കണിക പോലും ഇല്ല അവർ പറയുന്നതിൽ, നുണ മാത്രമേ ഉള്ളൂ. ശരിക്ക് ഈ വാചകം നമ്മൾ ഇങ്ങനെയൊന്നും ഓതിയാ പോരാ അല്ലെ? ഈ വാചകം അതിശക്തമായ ഇമോഷണൽ ആയിട്ട് അള്ളാഹ് പറയുന്നതാണ്. അള്ളാഹുവിന്റെ ആ ഒരു ദേഷ്യം, ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഈ ആകാശഭൂമികളെ വിറപ്പിക്കുന്ന വാക്കാണ് എന്നത് ആ ആയത്തിന്റെ ഘടനയിൽ നിന്ന് നമുക്കിപ്പോ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇന്ന് കുറച്ച് സാധാരണത്തെക്കാൾ അധികം സമയമെടുത്തതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട്, പ്രത്യേകമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസും കൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ഇബ്നു ഉമർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യത്ബഉൽ മുഅ്മിനു അലാ കുല്ലി ഷൈഇൻ ഇല്ലൽ ഖിയാന വൽ കദിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ സ്വഭാവമായിട്ട് പറഞ്ഞെടുത്ത് ചതി, വഞ്ചനയും കളവും സത്യവിശ്വാസികളുടെ പ്രകൃതിക്ക് ചേരുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ പ്രത്യേകിച്ച് ഈ അള്ളാഹുവിന് സന്താനത്തെ കൽപ്പിച്ച കോണ്ടെക്സ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് ഇത് വ്യക്തമായ കളവാണ്. അതായത് ആ കളവ് എന്നുള്ളതും ഈമാനും യോജിച്ചു പോകുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ടാണ് എവിടെയൊക്കെ അള്ളാഹു ക്രിസ്ത്യാനികളുടെ ഈ വാദത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവര് ഈമാനിൽ നിന്ന് പുറത്താണ്, അല്ലദീന കഫറു എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവര് പിന്നെ സൂറത്തു നജ്മിൽ ആയത്ത് ഓതിയല്ലോ, അതുപോലെ വഖറഖൂലഹു ബനീന വ ബനാത്തിൻ, അള്ളാഹുവിന്റെ സന്താനങ്ങളെ ആൺമക്കളും പെൺമക്കളെയും കൽപ്പിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. അവിടെയൊക്കെ അവരെ കുഫർ കൊണ്ട് വിശേഷിപ്പിച്ചതിന്റെ അടിസ്ഥാനം അതാണ്. കളവും വഞ്ചനയും സത്യവിശ്വാസിയുടെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നതുകൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച സംഗതിയാണ്. ഇതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അവൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമഅനാ ഹാദാ ജമഅൻ മർഹൂമ വജ്അൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. അല്ലാഹുമ്മ ലാ തജഅൽ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മഹ്റൂമ. അല്ലാഹുമ്മ ജഅൽ ഖുർആനൽ അളീമ റബീഅ ഖുലൂബിനാ ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم ربنا تقبل منك اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين. سبحانك أشهد أن لا إله إلا الله أستغفر الله وأتوب إليك. السلام عليكم ورحمة الله. جزاكم الله خير. الله حياكم الله.